My God, when I in awesome wonder consider all the worlds I am. നമ്മുടെ ഈ ആത്മീയ സമ്മേളനങ്ങളുടെ രണ്ടാമത്തെ രാത്രിയിലേക്ക് നമുക്ക് കടന്നു വരുവാൻ കർത്താവ് ഇട നൽകിയതിനാൽ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ബഹുമാനപ്പെട്ട കർത്തൃദാസൻ കർത്താവിൻ്റെ അഭിഷേകൻ സഭ പാസ്റ്റർ അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അഭിഷേകരായ ദൈവദാസന്മാർ ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിച്ച് ആത്മസന്തോഷം പങ്കിട്ട കയറ്റിയും എല്ലാവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. അപ്പം അടുത്ത നാളെ മുതൽ ഇവിടെ ബഹുമാനിതനായ എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ ഒത്തിരി ബഹുമാനിക്കുന്ന കർത്തൃകൃത്യൻ എന്നേക്കാൾ ശ്രേഷ്ഠനായ അനുഗ്രഹീതനായ അഭിഷേകൻ വർഗീസ് മാസ്റ്റർ കടന്നു വരുന്നു. ഞാൻ ദുബായിൽ നടക്കുന്ന നമ്മുടെ മീറ്റിങ്ങുകളിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ നമ്മുടെ മീറ്റിങ്ങുകളുടെ എൻ്റെ ഇവിടുത്തെ സെക്ഷൻ്റെ ഒരു സമാപന സമ്മേളനം കൂടെ ആയതുകൊണ്ട് സഭയോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. അമേൻ. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് വീണ്ടും ഒരുമിച്ച് ഇങ്ങനെയുള്ള ആത്മീയ സഭയിലെ പങ്കെടുക്കാം. അല്ലെങ്കിൽ അമേൻ നിത്യതയിൽ നമുക്ക് കർത്താവിനോട് ഒരുമിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കണം പറയണമെന്ന് മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട്. പൗലോസിനെ പ്രത്യേകത കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ചോദിക്കാം. പത്രോസിനെ കാണേണ്ട ആവശ്യമുണ്ട്. മോശയെ അത്യാവശ്യമായിട്ട് കാണേണ്ട ചില വിഷയങ്ങളുണ്ട്. ഇവിടെ ഒരുപാട് പേര് നമ്മളെ ചോദിച്ച് ബുദ്ധിമുട്ടിച്ച ചില വിഷയങ്ങളൊന്നും നമുക്കറിയാത്തതുകൊണ്ട് അവിടെ ചെന്ന പൗലോസിനോടൊക്കെ ചോദിക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. അങ്ങനെ ചോദിച്ചു വരുന്ന കൂട്ടത്തിൽ ഞാൻ അവിടെ ദൂതന്മാരെ ഗബ്രിയേലിനെയും മിഖായേലിനെ ആരെങ്കിലും കണ്ടാൽ അബുദാബിയിൽ നിന്ന് വന്ന എവറസ്റ്റ് ക്രിസ്ത്യൻ ചർച്ചുകാർ എവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കും. ഒരാൾ പോലും കുറയില്ല കേട്ടോ ഓഫീസിൽ. പാസ്റ്ററോട് ഞാൻ ചോദിക്കുമ്പോൾ പക്ഷേ ഇന്നാരും വന്നില്ല, ചില അത്യാവശ്യമുണ്ടായിരുന്നു കൊണ്ട് വന്നില്ല എന്ന് പറയാനിടയായ പ്രൈസുകൾ എല്ലാവരും കാണുന്നു. ഹല്ലേലൂയ. എൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷം നിങ്ങളോട് പങ്കുവെച്ചതാണ്. നമ്മുടെ കർത്താവ് എത്രയും വേഗം വരും. അധർമ്മം പെരുകുകയാണ്, സ്നേഹം തണുക്കുകയാണ്. വളരെ വിശുദ്ധിയോട് നിന്ന വൃതന്മാർ പോലും പല കാര്യങ്ങളിലും തെറ്റിപ്പോകുന്ന കാണുമ്പോൾ ആ വാക്യം നിവൃത്തിയാകല്ല എൻ്റെ കർത്താവിൻ്റെ വരവ് വാതിൽക്കൽ. അതുകൊണ്ട് വളരെ ആർത്തിയോടെ നമ്മൾ ഒരുങ്ങണം കർത്താവിൻ്റെ വരവ്. ഇന്ന് രാത്രി ദൈവസഭയെ ഉറപ്പിക്കുന്ന ശക്തമായ ഒരു ദൂത്, കർത്താവിൻ്റെ സഭയുടെ വളർച്ചയ്ക്ക് പ്രയോജനമായ ഒരു ദൂത് നിങ്ങളോട് ഇവിടെ പറയുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. അതിനാധാരമായി 2-3 വാക്യങ്ങൾ വായിക്കാനുണ്ട്. അതിലാദ്യം വായിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ. അതിനോടനുബന്ധിച്ച് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യവും, 3-ാമതായി കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യമാണ് വായിക്കുന്നത്. ആദ്യം നമ്മൾ വായിക്കുന്നു 2 തിമോഥെയോസ് 4-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ. ശ്രദ്ധിക്കാം. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല. ഇത് കേൾക്കുമ്പോൾ ഹല്ലേലൂയ പറയാൻ തോന്നുന്ന, ഹല്ലേലൂയ പറയാൻ ആഗ്രഹമുള്ള ശ്രദ്ധിക്കാം. അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ഉണ്ട്. ഇതിനകത്തൊന്നും ഒറ്റ വാക്യം 7-ാം വാക്യത്തിലെ ഒരു പദം മാത്രമേ ഇന്ന് രാത്രി ഞാൻ എടുക്കുന്നത്. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കുക. പൗലോസ് പറയുന്നത് ഞാൻ നല്ല പോർ പൊരുതു, 2 ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. 3 കാര്യങ്ങളാണ്. പുള്ളി പൊരുതു, തികച്ചു, കാത്തു. എല്ലാത്തിനും ഒരു ഫുൾ സ്റ്റോപ്പ്. ആമേൻ. ശ്രദ്ധിക്കുക. പൊരുതുന്നതും തികയ്ക്കുന്നതും കാക്കുന്നതും 3 കാര്യമാണ്. ചിലർ ആത്മീയ ജീവിതത്തിൽ നല്ലപോലെ പൊരുതും പക്ഷെ തികയ്ക്കുക, ചിലര് തികയ്ക്കും പക്ഷെ കാക്കുകയല്ല. ഇത് 3 കൂടെ ചെയ്തു തീർത്ത പൗലോസിന്റെ ആ വലിയ ദൗത്യത്തിന്റെ പൂർത്തീകരണമാണ്. ഇതിൽ ഞാൻ ഒരു പദം എടുക്കുകയാണ്, എൻ്റെ ഓട്ടം തികച്ചു.
എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാൻ എത്തേണ്ടടുത്ത് എത്തി, തന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു എന്നറിഞ്ഞ പൗലോസ്. ആ പദം തന്നെ എത്ര ഒരു നല്ല സന്തോഷമുള്ള, എന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. ആമേൻ. ചിലരെയൊക്കെ നടത്തും, അവരുടെ ജീവിതവും സ്തോത്രപടത്തിലും കയ്യടിയും കണ്ടാൽ ഇനി ഒരു 100 കൊല്ലം കൂടെ അവരിവിടെ ജീവിക്കുമെന്നാണ്. എന്നൊന്നും ചിന്തിക്കരുത്. എപ്പോഴും ഒരു ദൈവ പൈതൽ ഓർത്തോളം നമുക്ക് മുൻപോട്ട് ഇനി അധികം നാളുകളില്ല. ആമേൻ. ഞാൻ കുറച്ചുകൂടെ സ്നേഹത്തോടെ പറയട്ടെ, ഞാൻ ആയിരക്കണക്കിന് വേദികളിൽ പ്രസംഗിച്ചിട്ടുണ്ട്, പല സ്ഥലത്തും പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ നാളെ രാവിലെ അടുത്ത പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുകയും ചെയ്തു. എങ്കിലും ഞാൻ നിങ്ങളോട് പറയാം, ഒരു പക്ഷേ ഇതെന്റെ അവസാനത്തെ പ്രസംഗമാണെങ്കിലും എനിക്ക് സന്തോഷമാണ്. സ്തോത്രം. ഹല്ലേലൂയ. നാളെ എനിക്ക് പ്രസംഗിക്കാൻ സാധിച്ചില്ലെങ്കിലും ഞാൻ നിരാശയോടല്ല നിൽക്കുന്നത്, ഞാൻ സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. സ്തോത്രം. ഉപവാസ പ്രാർത്ഥനയുടെ 3ാമത്തെ രാത്രി നമുക്കൊരു പക്ഷേ ഇവിടെ യോഗം നടന്നില്ല, അതിനിപ്പുറം എന്റെ പ്രാണനാഥൻ വന്നാൽ കർത്താവിനോട് കൂടെ ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ എത്തിച്ചു വരുമെന്ന് ഉറപ്പുള്ളവർ, സന്തോഷമുള്ളവർ എന്റെ കർത്താവിന്റെ സന്തോഷത്തോടെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പൗലോസ് പറയാണ്, എന്റെ ഓട്ടം തികച്ചു. ഇത് തിമോഥെയോസിന്റെ ലേഖനം എഴുതിയപ്പോൾ താൻ പറഞ്ഞു. പക്ഷെ നമുക്ക് ഫിലിപ്പ് ലേഖനത്തിലേക്ക് പോകാൻ, കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിയപ്പോൾ 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ താൻ പറയുകയാണ്, ശ്രദ്ധിച്ചു കേട്ടെ, ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല. അപ്പൊ ഇവിടെ ഈ പദത്തിനകത്തൊരു കാര്യം ചെയ്യുന്നുണ്ട്, ഇത് എഴുതുമ്പോൾ പുള്ളി തികഞ്ഞിട്ടില്ല. അത് വായിച്ചു, ശരിയല്ലേ? പക്ഷെ തിമോഥെയോസ് ലേഖനം വഴിയാ പറഞ്ഞു, എന്റെ ഓട്ടം ശ്രദ്ധിക്കുക തികച്ചു. പക്ഷെ ഇത് എഴുതിയപ്പോൾ എന്ത് ചെയ്തിട്ടില്ല? തികഞ്ഞിട്ടില്ല. ഈ ലേഖനം എഴുതുമ്പോൾ പൗലോസ് അടികൊണ്ട കാരാഗ്രഹത്തിൽ ശരീരത്തോടെ രക്തമൊലിക്കുന്നവനായി, മുറിവറ്റവനായി, വളരെ ക്ഷീണിതനായി കിടന്നുകൊണ്ടാണ് ഇത് എഴുതുന്നത്. പക്ഷെ ഫിലിപ്പ് ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ വായിച്ചിട്ടുണ്ട്, വായിക്കണ്ട, പിന്നെ വായിച്ചാൽ മതി. അത് തുടങ്ങുന്നതിൽ ഇങ്ങനെയാണ്, ഒടുവിൽ എന്റെ സഹോദരന്മാരെ കർത്താവിനെ സന്തോഷിപ്പിൻ, അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതലിൽ മടുപ്പില്ല. നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ, അവൻ ആമല പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവൻ. നിങ്ങൾ ശ്രദ്ധിച്ച, പുള്ളി എഴുതുമ്പോഴത്തേക്ക് പുള്ളി അടിച്ചത് പോലീസുകാരാണ്, അവിടെ ജയിലിൽ കിടക്കുന്നവരാണ്. പുള്ളി എഴുതിയപ്പോൾ പോലീസുകാരെ സൂക്ഷിപ്പിൻ, അടിക്കുന്നത് അന്നൊന്നും അല്ല എഴുതിയത്. സ്തോത്രം. അദ്ദേഹം സഭയോട് പറഞ്ഞു, ഒടുവിൽ എന്റെ സഹോദരന്മാരെ കർത്താവിനെ സന്തോഷിപ്പിൻ, അതേ കാര്യം നിങ്ങൾക്ക് പിന്നെ എഴുതലേക്ക് മടുപ്പില്ല. നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ, നാമല പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവോട് ആരാധിക്കും, ക്രിസ്തുയേശുവിൽ പ്രശംസിക്കും, ജഡത്തിൽ ആശ്രയിക്കാതിരിക്കും. നാം തന്നെ വല്ലവർക്ക് ജഡത്തിൽ ആശ്രയിക്കാമെങ്കിൽ എനിക്കറിയാം. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായൻ എബ്രായൻ, ന്യായപ്രമാണ സംബന്ധിച്ച് പരീശൻ, ന്യായപ്രമാണത്തിൽ നീതി സംബന്ധിച്ച് അനന്യൻ, എങ്കിലും എനിക്ക് ലാഭമായത് ചെയ്യും, ഞാൻ ക്രിസ്തു നിമിത്തം ചേർന്നിരിക്കുന്നു. അടികൊണ്ട് മുറിവേറ്റ് രക്തമൊലിക്കുന്ന ആ കാരാഗ്രഹത്തിനകത്തുള്ള ലേഖനപ്പെടുന്ന പൗലോസിനോട് നമുക്ക് ചോദിക്കാം, ബഹുമാനപ്പെട്ട അഭിഷേകത്തിനെ, എന്താ ഈ ലേഖനം? ഇതെന്താ എഴുതിയേക്കുന്നത്? തികഞ്ഞവനായിരുന്നു. ഇതെന്താ ശരീരത്തെ മുറിവൊക്കെ? പൗലോസിന്റെ മറുപടി, അങ്ങനെ അടികൊണ്ട് മുറിവേറ്റ് കഷ്ടം സഹിച്ച് തികഞ്ഞുകൊണ്ടിരിക്കുക. മനസ്സിലാവുന്നു? ക്രിസ്തീയ ജീവിതം തികയുന്നത് വീട് വെച്ച്, പുതിയ സ്ഥലം മേടിച്ച്, പുതിയ കാർ മേടിച്ച് അങ്ങനല്ല തികയുന്നത്. കഷ്ടം അനുഭവിച്ച്, സുവിശേഷം അറിയിച്ച്, ആത്മാക്കളെ നേടി, യേശുവിന്റെ നാമത്തിന് വേണ്ടി മുറിവേറ്റ്, പരിഹാസമേറ്റ്, നിർണയേറ്റ് നീ യാത്ര ചെയ്യുമ്പോൾ നീ തികഞ്ഞുകൊണ്ടിരിക്കുക. എത്ര പേര് പറയുന്നതിന് അർത്ഥം മനസ്സിലാവുന്നുണ്ട്? കർത്താവിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ദൈവമല്ലേ, നീ നിന്ദിക്കപ്പെടുമ്പോൾ, നീ പരിഹസിക്കപ്പെടുമ്പോൾ, നീ വേദനിക്കുമ്പോൾ, മറ്റുള്ളവർ നിന്നെ പഴി പറയുമ്പോൾ, ഹല്ലേലൂയക്കാരി, സ്തോത്രക്കാരി, സ്നാനപ്പെട്ടിട്ട് കലക്കവെള്ളത്തിൽ മുന്നിട്ട് ഇറങ്ങി വന്നവളെ എന്നൊക്കെ പറഞ്ഞ ചിലരൊക്കെ ആക്ഷേപിക്കുമ്പോൾ നിന്റെ മനസ്സ് പറയണം, തികഞ്ഞുകൊണ്ടിരിക്കുകയാ. കർത്താവിന്റെ സന്നിധിയിൽ ഓട്ടം തികച്ചുകൊണ്ടിരിക്കുക. ഞാൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, ഞാൻ തികഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറയാനുള്ള ഒരു മനസ്സാന്നിധ്യം ഉണ്ടാവണം. അതാണ് ഒരു ദൈവ ഭയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസേ, എന്തിനാണ് ഈ 14 ലേഖനങ്ങൾ? വീട് കുടുംബവും ഒക്കെ ഉണ്ടായിട്ടും ലോകത്തിന്റെ ഈ
അതൊക്കെ തനിക്ക് ആസ്വദിക്കാമായിരുന്നു. എല്ലാം വിട്ടിട്ട് കർത്താവിന് വേണ്ടി തന്റെ ജീവിതം ആയുസ് മുഴുവൻ ഒഴിഞ്ഞു വെച്ചതിനാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 28-ാമത്തെ വാക്യം, യേശു ക്രിസ്തുവിനെ നിങ്ങളോട് അറിയിക്കുന്നതിൽ, യേശു ക്രിസ്തുവിനെ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നതിൽ ഞങ്ങളുടെ ലക്ഷ്യം രണ്ടെണ്ണമില്ല, ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. എന്താ? ഏത് മനുഷ്യനെയും പറഞ്ഞേ ഒന്നിച്ച് വായിക്കാം. ക്രിസ്തുവിൽ എന്ന് പറഞ്ഞാൽ ഞാൻ തികഞ്ഞ് എനിക്ക് അവസാനിക്കാനല്ല, എന്നെ കേൾക്കുന്നവരും കൂടി തികയണം. ഞാൻ ആരോടൊക്കെ വചനം പറയുന്നുണ്ടോ അവരെല്ലാവരും തികയണം. സ്തോത്രം. എന്തെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട്? പൗലോസ് ആഗ്രഹിക്കുന്നത് എനിക്ക് കിട്ടുന്ന പദവിയിൽ നിന്നും ഈ സുവിശേഷം കേൾക്കുന്ന ഒരാൾ പോലും കുറഞ്ഞവനാകരുത്, എല്ലാവരും ക്രിസ്തുവിൽ തികഞ്ഞവനാണ്. സ്തോത്രം. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാണ്, കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിയാണ്. സ്തോത്രം, സ്തോത്രം. ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് അവിടെ എഴുതുന്നൊരു ഭാഗമുണ്ട്, നമ്മിൽ തികഞ്ഞവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ ചിലർക്ക് ഞാൻ തികഞ്ഞു എന്ന് തോന്നി നടക്കുന്ന ചിലരുണ്ട്. സ്തോത്രം. ഞാൻ എല്ലാം തികഞ്ഞു, ഇനിയിപ്പോ ഒന്നുമില്ല. പ്രൈസ് ആമേൻ. ഹല്ലേലൂയ. വായ്ക്കകത്ത് നിറച്ച് വെറ്റേ പാക്ക് ചുണ്ണാമ്പും കൂടിയിട്ട് ചവച്ച് ഇടയ്ക്കിടയ്ക്ക് അത് വെളിയിലോട്ട് തുപ്പി കസേരയിൽ വരാന്തയുടെ ചാരുകസേരയിൽ ഇരിക്കുന്ന പുള്ളി ആ കൂടെ ഒരു സിഗരറ്റ് വലിക്കുന്നുണ്ട്. ഓർക്കണം, ഒരു വീടിന്റെ വരാന്തയിൽ ഒരാൾ ഇരിക്കുകയാണ്, അത് കാണുന്നവര് ഒരു സിഗരറ്റ് വലിച്ച് ആ കൂടെ ഇടയ്ക്കിടയ്ക്ക് മുറുക്കാനും തുപ്പിയിരിക്കുന്ന പുള്ളി ഇതിനിടയ്ക്ക് ഒരു ചായ കുടിക്കുന്നുണ്ട്. ഒന്ന് ആലോചിക്കും. ആ മനുഷ്യൻ മഹാകവി KV സൈമൺ സാർ എതിർ ക്രിസ്തുവിനെ കുറിച്ച് ഒരു കവിത എഴുതിയാണ്. അതെനിക്ക് ഓർമ്മയില്ല ഇത് കാണുമ്പോ, ഇത് ഓർക്കുമ്പോ. അങ്ങനെ മർക്കടസ്യ സുരോപാനേ തൽമത്യേ ഭൂതസഞ്ജയ തൽമത്യേ വൃശ്ചിക ദംശന. എതിർ ക്രിസ്തുവിന്റെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞാൽ മർക്കടസ്യ സുരോപാന എന്ന് പറഞ്ഞാൽ മർക്കടൻ കൊരങ്ങൻ, സുര ചാരായം, പാനെ കുടിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. കൊരങ്ങൻ ചാരായം കുടിച്ചാൽ, കൊരങ്ങന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, ആ ചാരായം കൂടെ കുടിച്ചാൽ അങ്ങനെ ഇരിക്കും. അടുത്തത് തൽമത്യേ മർക്കടസ്യ സുരോപാനേ തൽമത്യേ ഭൂതസഞ്ജയ. അപ്പോൾ ആ കൊരങ്ങന്റെ ദേഹത്ത് ഒരു ഭൂത. മൂന്നാമത്തത് തൽമത്യേ വൃശ്ചിക ദംശന. വൃശ്ചികം എന്ന് പറഞ്ഞാൽ തേള എന്നാണ്. ദംശനം എന്ന് പറഞ്ഞാൽ കടിക്കുക. നോക്കിയ കൊരങ്ങൻ ചാരായം കുടിച്ചപ്പോൾ ദേഹത്ത് ഭൂതങ്ങൾ കയറി അവനൊരു തേളും കൂടെ കുത്തിയ. ഇത്രയും സംഭവിച്ചു കഴിയുമ്പോൾ സ്തോത്രം എങ്ങനിരിക്കും? അതുപോലൊരു വികൃതനായിരിക്കും ലോകത്തെ തകർക്കാൻ വരുന്ന എതിർ ക്രിസ്തു എന്നാണ് അദ്ദേഹം എഴുതിയ കവിത. നോക്ക്, വായിക്കകത്ത് മുറുക്കാനും ഇട്ട് സിഗരറ്റ് വലിച്ച് ഒപ്പം ചായ കുടിക്കുന്ന പുള്ളി ഇരിക്കുന്നിടത്തൂടെ പ്രസിദ്ധനായ പ്രസംഗകൻ കാനവച്ചൻ ഇങ്ങനെ വീട്ടിൽ നിന്ന് നടന്നിറങ്ങി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമായത്. ഇദ്ദേഹത്തോട് ചോദിച്ചു, അപ്പച്ചോ എന്നാ ഉണ്ട് വിശേഷം, ഇങ്ങനൊക്കെ പോയാ മതിയോ എന്ന് ചോദിച്ചപ്പോൾ കാനവച്ചനോട് അപ്പച്ചൻ പറഞ്ഞതാണ്, ഒരു ഈ വായിക്കൽ തുപ്പേച്ചു വിടണം, കാലം തൊലിക്കണം പോണം, വേറെ ഒന്നും ഇനി ഇല്ല ചെയ്യാൻ. ഈ ഇരിപ്പി കാകളം തൊലിക്കണം പോകണം. തികഞ്ഞവനായിരുന്നുള്ള ധാരണയിൽ കർത്താവിന്റെ കാകളം തൊലിച്ചാൽ മതി, ഞാനങ്ങ് പോകും എന്ന ധാരണയിൽ ആരുടെയെങ്കിലും അകത്ത് ഇന്ന് രാത്രി ഒരു ചെറിയ ചിന്തയെങ്കിലും കയറി കിടപ്പുണ്ടെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് പറ, തികഞ്ഞിട്ടില്ലപ്പാ, എന്നെ തികഞ്ഞവനാക്കുവാൻ തക്കവണ്ണം നിന്റെ കൃപ എന്റെ മേൽ പകരണമേന്ന് തികഞ്ഞെന്ന് പറയുന്നതിനോടൊന്നും എന്റെ കർത്താവിന് താല്പര്യമില്ല. വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വിവാഹങ്ങളുണ്ട്. ഉൽപ്പത്തിയിൽ ആദാമിന്റെ ഹൗവയുടെ വിവാഹത്തിൽ തുടങ്ങി അരിമനാഥനായ ക്രിസ്തു എന്ന മണവാളനും തന്റെ തങ്കച്ചോരിയാൽ വീണ്ടെടുക്കപ്പെട്ട മണവാട്ടിയിൽ നിന്നുള്ള വിവാഹം വെളിപ്പാടിൽ. അങ്ങനെ വിവാഹത്തിൽ തുടങ്ങി വിവാഹത്തിൽ അവസാനിക്കുന്ന വേദപുസ്തകത്തിനകത്ത് അനവധി വിവാഹങ്ങളുണ്ട്. സ്തോത്രം. ഓടിപ്പോയി കല്യാണം കഴിച്ച
കായിൽ ഉൾപ്പെടെ നിന്നിടത്ത് നിന്ന് കല്യാണം കഴിച്ചവരും, ആമേൻ, സ്തോത്രം, മറ്റുള്ളവരുടെ ഭാര്യമാരെ കല്യാണം കഴിച്ചവരും തുടങ്ങി ഒത്തിരിയുണ്ട്. ഇതിനകത്ത് ശലോമോന്റെ കല്യാണവും ദാവീദിന്റെ കല്യാണവും ഒക്കെയുണ്ട്. പക്ഷെ എല്ലാ കല്യാണവും ഒരു സെന്റൻസിൽ അവസാനിപ്പിച്ചപ്പോൾ 11 വാക്യം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു കല്യാണമേ ബൈബിളിനകത്ത് വിശദമായിട്ടുള്ളൂ. അത് കാനാവിലെ കല്യാണമാണ്. കാരണം അത് യേശു പങ്കെടുത്ത കല്യാണമാണ്. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. അതിനേക്കാൾ അപ്പുറം ഒരു ദൂതി ഞാൻ പറയാൻ പോവുക. ദാവീദിന്റെ കല്യാണവും ശലോമോന്റെ കല്യാണവും കല്യാണം കഴിഞ്ഞ പലതും മിച്ചം വന്ന കല്യാണമാണ്. അവൻ ചിലര് പറയല്ലേ, കല്യാണത്തിന് 2 വാഴക്കൊല മിച്ചം വന്നാൽ, ചോറ് മിച്ചം വന്നാൽ ഉടനെ കാരണവന്മാര് പറയും കാരണം മിച്ചം വന്നിട്ടുണ്ട്, ഉടനെ ഒരു കല്യാണം കൂടെ ഉണ്ടെന്ന്. നമ്മൾ നോക്കണം, അങ്ങനെ ഒത്തിരി മിച്ചം വന്ന കല്യാണങ്ങളുള്ളപ്പോൾ കാനാവിലെ കല്യാണത്തിന്റെ പ്രത്യേകത തകയാതെ വന്ന കല്യാണമാണ്. ബാക്കിയെല്ലാം മിച്ചം വന്ന കല്യാണമാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, തകയാതെ വന്ന കല്യാണത്തിൽ യേശു വന്നതുകൊണ്ട് അതൊരു തികഞ്ഞ കല്യാണമായി മാറി. ഇന്ന് രാത്രി നീ ഒരു തകയാത്ത കല്യാണമാണ്. ഇവിടെ ഇരിക്കുന്ന നിന്റെ കുടുംബം ഒരു കല്യാണ വീടാണ്, നിന്റെ ജീവിതം ഒരു കല്യാണ വീടാണ്. എന്നാൽ തകയാതെ വന്ന ആ കല്യാണത്തിൽ യേശു വന്നതുകൊണ്ട് ഇന്ന് രാത്രി പറ, എന്റെ കുറവ് മാറ്റിയവൻ, എന്റെ കുറവ് മാറ്റിയവൻ. എനിക്ക് എന്തെങ്കിലും തികവുണ്ടെങ്കിലോ എന്തെങ്കിലും നന്മയുണ്ടെങ്കിലോ അതിന്റെ കാരണം എന്റെ പ്രാണനാഥൻ പോരാ, അതിന്റെ സന്തോഷം അത് പോരാ. നിന്റെ ആരോഗ്യം, നിന്റെ വസ്ത്രം, നിന്റെ സൗന്ദര്യം, നിന്റെ ജോലി, നിന്റെ വാഹനം, നിന്റെ വീട്, നിന്റെ ജീവിതത്തിന്റെ കുറവുകൾ പരിഹരിച്ച എന്റെ പ്രാണനാഥനെ നല്ലപോലെ ആരാധിക്കുക, ഒന്ന് മഹിമപ്പെടുത്തുക. കുറവുകൾ തീർക്കുന്നൊരു നല്ല കർത്താവിനെ ഇന്ന് രാത്രി നിങ്ങളോട് പരിചയപ്പെടുത്തുവാൻ എന്റെ കർത്താവ് നൽകിയ വലിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുക. പരിശുദ്ധാത്മാവിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ചുമ്മാ ഇരുന്ന് കേൾക്കേണ്ട പ്രസംഗമുണ്ട്, വെറുതെ ഉണ്ടായിരുന്ന് കേൾക്കാം. എന്നാൽ ആരാധിച്ച് കേൾക്കേണ്ട പ്രസംഗമുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രി നിങ്ങൾ ഈ പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾ കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് കേട്ടാൽ ഇതിനകത്തെ ആത്മീയ മർമ്മങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുക മാത്രമല്ല, അത് അപ്പോഴപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേഖലകളിൽ വിടുതലുകളായി ദൈവം അയച്ചുകൊണ്ടേയിരിക്കും. സ്തോത്രം. ദൈവപ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. നിങ്ങൾ ആരാധനയോട് ഏറ്റെടുക്കുമ്പോൾ അതിന്റെ മേൽ ഒരു ദൈവശക്തി ആവരിക്കും. സ്തോത്രം. ദൈവദാസൻ ഇന്ന് രാത്രി ഇവിടുന്ന് പ്രസംഗിച്ച സമയത്ത് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഇന്നത്തെ പാട്ടിനകത്ത്, ഇന്നത്തെ ആരാധനയിൽ മുഴച്ചു നിന്നൊരു വാചകമുണ്ട്. ആർക്കെങ്കിലും അറിയാമോ? വാക്യാണ്. അറിയാമോ? ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. എന്റെ കർത്താവ് വേദപുസ്തകത്തിനകത്ത് 365 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. എന്തിനാ അത്രയും പ്രാവശ്യം ഉപയോഗിച്ചത്? എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്റെ കുഞ്ഞിനോട് ബൈബിൾ പറയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിങ്ങൾ കർത്താവ് പറയുക, ഭയപ്പെടേണ്ട. ദൈവത്തെ സ്തുതിക്കുക. എന്താണ് ഭയം? എന്താണ് ഭയം? സംഭവിക്കാത്ത ഒന്ന് സംഭവിക്കും എന്ന് നിന്റെ ഹൃദയത്തിനകത്ത് തോന്നിപ്പിച്ചിട്ട് അത് നിമിത്തം നിനക്കുണ്ടാകുന്ന മാനസിക വികാരങ്ങളുടെ വേലിയേറ്റത്തിന് ഭയം എന്ന് പറയും. ഭയം ഒരു വസ്തുവല്ല, ഭയം ഒരു സാധനമല്ല, ഭയം ഒരു രോഗമല്ല, ഭയം വായ്പ കിട്ടില്ല, ഭയം ലോൺ എടുക്കാൻ പറ്റത്തില്ല, ഭയം ആരും തരാനും പറ്റത്തില്ല. ഭയം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്യം പറയാം, നീ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സാധനമാണ്. അത് നീ തന്നെ കുടിച്ചിട്ട് പോകണം. സ്തോത്രം. എത്ര പറഞ്ഞത് മനസ്സിലാവും? വീട്ടിൽ നിന്റെ ഭയം മാറുമല്ലോ, അതിനകത്ത് നിന്റെ രോഗം മാറുകയാ, നിന്റെ ടെൻഷൻ മാറുകയാ, നിന്റെ ജീവിതത്തിലെ പുതിയ വിടുതൽ മാറുകയാ, ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുക. യേശുവിന്റെ നാമത്തിൽ ഭയം 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 മാറിക്കൊണ്ട് ഹല്ലേലൂയ. പോകാൻ മുമ്പോട്ട് നിരാകരണ മെസ്സേജിനകത്ത് നമ്മൾ ഒത്തിരി ധൈര്യപ്പെടുന്ന ഭാഗമുണ്ട്. പാട്ടുപാടി ആരാച്ചോടുന്ന ഞാൻ ഓർത്തു. ആമേൻ. ഇന്ന് രാത്രി ദൈവസഭയുടെ ഭയം മാറുന്ന രാത്രിയാണ്. ദൈവസഭയുടെ ഭയം മാറുന്ന രാത്രിയാണ്. ആമേൻ. ആമേൻ. സഭയുടെ ചരിത്രം, പൗലോസ് ഓട്ടം തികച്ച ചരിത്രം, അത് വേദപുസ്തകത്തിലെ അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ ചരിത്രമാണ്. ആ ചരിത്രം പറയണമെങ്കിൽ നമുക്ക് അപ്പോസ്തല പ്രവർത്തനത്തിലേക്ക് തന്നെ വരണം. പോകാൻ നോക്കുന്നത് 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് വാഗ്ദത്തമാണ്. സ്തോത്രം. ആ സഭയുടെ പ്രവർത്തനം ആരംഭിക്കുന്ന വാഗ്ദത്തത്തോടാണ്. എന്താ വാഗ്ദത്തം? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്ത് ലഭിക്കും? പറ. എന്ത് ലഭിക്കും? ശക്തി ലഭിക്കും. ആമേൻ. പരിശുദ്ധാത്മാവ് അതിന്റെ
ഇങ്ങനെ കൂടി ചട്ടും കൊള്ളുമൊക്കെ അതും ഇതൊക്കെ പറഞ്ഞോണ്ട് കുറെ നേരം നിർത്തും. നാട്ടുകാർ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഇത് പ്രാവ കിടക്കല്ലേ, ചേട്ടത് പോലീസ് സ്റ്റേഷൻ അടിക്കും. പിന്നെ ഞാൻ പോലീസ് സ്റ്റേഷൻ അടിക്കാം. വണ്ടിക്കൂലോട്ട് പോലീസ് സ്റ്റേഷനോട് പോകുമ്പോ അവിടെ അവിടെ ചീഞ്ഞു വീഴുന്നു. മനസ്സിലാക്കുന്നുണ്ടോ? ഇത് ഞാൻ കെട്ടി നോക്കുന്നില്ല, പുള്ളിയുടെ അറിവും ബുദ്ധിയൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് പോലീസ് കൊണ്ട് പോകും. 2-3 മണിക്കൂർ കഴിഞ്ഞു. പോലീസ് കൊണ്ട് വന്ന് ചോദിച്ചു, ഇതാരുടെ പ്രാവ? എന്റെ പ്രാവ. പേരെന്താ? ദേവസ്യ. ചക്കമുട്ടി വീട്. വണ്ടിക്കകത്തോട്ട് കയറാൻ പറഞ്ഞു. അതെന്തിനാ ചോദിച്ചു? ഇയാളുടെ പ്രാവൽ ഈ ശവമായി ഇയാൾ കെട്ടി നോക്കിയായിരുന്നു. ഞാനൊന്നും കെട്ടി നോക്കിയതല്ല, ഇയാൾ കെട്ടി നോക്കിയതല്ലെന്ന് ഇയാൾ പോലീസ് സ്റ്റേഷൻ പറഞ്ഞായിരുന്നു. ഇത് എപ്പോഴാണ് കണ്ടത്? 8:30. ഇപ്പൊ സമയത്തിലായി 11. 8:30 നാ കണ്ടപ്പോൾ വന്ന് പറഞ്ഞതിന് സാക്ഷി 11 മണി വരെ പറയാതിരുന്നുകൊണ്ട് പ്രതി. മനസ്സിലാവുന്നുണ്ടോ? രക്ഷിക്കപ്പെട്ടപ്പോൾ മുതലേ യേശുവിനെ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഈ സാക്ഷി പറയാതിരുന്നുകൊണ്ട് ഈ പറഞ്ഞ സാക്ഷി അല്ലെങ്കിൽ പ്രതിയാണ്. പ്രതിയാകണ്ട, സാക്ഷിയായിക്കോളാം. ഈ വർഷം മുതൽ സാക്ഷിയായിക്കോളാം പറഞ്ഞു. എവിടെ പോകുന്നു അവിടെ പറയണം. നിന്റെ അടുത്തിരിക്കുന്ന ആളോട് പറയണം. നീ ഫോണിൽ വിളിക്കുന്നവരോട് പറയണം. നേരെ വിളിക്കുമ്പോൾ ആദ്യം പറയുന്ന വാക്ക് പ്രേക്ഷകരോടായിരിക്കണം. ആദ്യം യേശുവിനെ കുറിച്ച് പറയണം. നിന്നെ വിളിച്ചത് അതിനാ. ഇവിടെ വിദ്യാഭ്യാസ വിഷയമല്ല. ഇവിടെ സുവിശേഷവേല ചെയ്യണമെന്നുണ്ട്, വിദ്യാഭ്യാസം. അപ്പൻ അർത്ഥം പറയാൻ എന്തിനാ വിദ്യാഭ്യാസം? അപ്പൻ ലേഖനം പറയാൻ എന്തിനാ വിദ്യാഭ്യാസം? അവൻ സ്വന്തം എല്ലാവരും പറഞ്ഞു യേശു കാൽവരിയിൽ മരിച്ചു. എല്ലാവരും പറഞ്ഞു യേശു ഉയർന്നു, യേശു ജീവിക്കുന്നു, യേശു മടങ്ങി വരും. എല്ലാവരും ഇത്ര മതി. ഇത്ര പറയാനായിട്ട് ഒരു വിദ്യാഭ്യാസം വേണ്ട. ഇപ്പൊ പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞാൽ മതി. സ്തോത്രം. ആയുസ് മുഴുവൻ ഇത് പറഞ്ഞാൽ മതി. പക്ഷെ പറയുന്നത് വെളിയിലോട്ടല്ല, വെളിയിലോട്ടേക്ക് പറയണം. സ്തോത്രം. യേശുവിനെ അറിയാത്തവരോട് പറയണം. ലോകം മുഴുവൻ പറയണം യേശു എനിക്ക് വേണ്ടി മരിച്ചു, യേശു മടങ്ങി വരും, യേശു ജീവിക്കുന്നു, യേശു ഉയർത്തുന്നു. സന്തോഷമുണ്ടോ? 1-ാം അധ്യായത്തിൽ വാഗ്ദത്തം കൊടുത്തു. പരിശുദ്ധമായ വാഗ്ദത്തം കൊടുത്തിട്ട് 12 ശിഷ്യന്മാരിലാണ് ഒരുത്തർ തൂങ്ങിച്ചത്തു. ആരാ? യൂദ തൂങ്ങിച്ചത്തു. അത് ബാക്കി 11 പേരോടുണ്ട്. ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുന്നവരല്ല യേശു. നമ്മളെ കട പറഞ്ഞ 15 ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. യേശു അങ്ങനെയല്ല. 11 കൂടെ ഒരു വടമുണ്ടായിരുന്നു, കൂടെ അടച്ചത്. കർത്താവ് എന്ത് ചെയ്താലും വടമടച്ച് രാഗത്തിൽ യേശു ചെല്ലുമ്പോൾ പത്രോസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കാം? വല കഴുകിക്കൊണ്ടിരിക്കാം. ശരിയാണോ? എന്നാൽ മത്തായി 4:18-19 വായിക്കുമ്പോൾ വല നന്നാക്കിക്കൊണ്ടിരിക്കാം. മനസ്സിലോ? ഈ വല കഴിയുമ്പോൾ മാത്രമേ നാം പറയാൻ നന്നാക്കിക്കൊണ്ടിരിക്കണം. വല നന്നാക്കാന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? വലയുടെ കണ്ണി ഇങ്ങനെ പൊട്ടിക്കിടന്നാൽ അത് എന്ത് ചെയ്യണം? കൂട്ടിക്കിടണം. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ? ഈ കസേരയൊക്കെ എന്താ കാര്യമായിട്ട് കിടക്കുന്നത്? നീ കയറാഞ്ഞിട്ടാണോ? അങ്ങനെ ശരി ആരോട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അത് മനസ്സിലായില്ല. സ്തോത്രം. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവര് മുഴുവൻ ഉള്ള കണ്ണിയൊക്കെ കൂട്ടിക്കെട്ടിയിരുന്നോളൂ. ഈ പ്രാവശ്യം കയറുന്ന മീൻ ഇറങ്ങി പോകാതിരിക്കാൻ. മനസ്സിലായോ? ദൈവത്തെ ചോദിച്ചാട്ടെ. കയറുന്ന മീൻ ഇറങ്ങി പോകുന്നത് വലയ്ക്ക് ഭാരമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് മീൻ കിട്ടിയില്ലെങ്കിലും വല നന്നാക്കി വെച്ചോ. എപ്പോൾ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ വീട്ടിലാണ് കയറുന്ന നന്മ എങ്ങനെ ചോർന്നു പോകുന്നത്? ഭാര്യ ഭർത്താവും പിള്ളേരും നാത്തൂനും അമ്മായിമ്മ തമ്മിൽ ഇങ്ങനെ കണ്ണി പൊട്ടിരിക്കുന്നുണ്ടാണ്. എവിടെ കണ്ണി പൊട്ടിയിട്ടുണ്ടോ അവിടെ എല്ലാം നന്മ തോന്നും. വല്ല മനസ്സിലായോ? കിട്ടുന്നില്ല. ഇതൊക്കെ എല്ലാ ഉദാഹരണം എന്നെ കൊണ്ട് പറയിപ്പിച്ച ആളാണ്. ഭാര്യ ഭർത്താവ് ഇഷ്ടമാണ്. സംസാരിച്ച് വളരെ വഷളായി. ഭാര്യയ്ക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല, വിദ്യാഭ്യാസം കൊണ്ടെങ്കിൽ ഭർത്താവ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാർ 3 പറയും. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ അങ്ങനെ ആരും ഇല്ലാത്ത ദൈവത്തെ സൂക്ഷിക്കും. അതിനങ്ങനെ പറഞ്ഞു. അതൊരു മനസ്സമാധാനത്തിനോട് പറഞ്ഞു. ഭർത്താവ് സഹിക്കാൻ വരാതെ ഭർത്താവ് ഭാര്യയ്ക്ക് ഒരു ചെറിയ അടി വെച്ച് കൊടുത്തു. അടിക്കാൻ പാടില്ല, ഒരിക്കലും പാടില്ല. പക്ഷെ സഹിക്കാൻ വരാതെ ഒന്നും ചെയ്താൽ ഭാര്യയ്ക്ക് അടി പുള്ളിയെ ഓടി പശുക്കൂട്ടിനകത്ത് കയറി. ഈ പശുക്കൂട്ടിൽ നിൽക്കുന്നത് അമ്മായി കൊടുത്ത പശു, ഭാര്യയുടെ അപ്പൻ കൊടുത്ത പശുവാണ്. അതിന്റെ തലയിലും വായും എല്ലാം കൂടെ കൂട്ടി പിടിച്ചിട്ട് പറഞ്ഞു, മനുഷ്യ നിങ്ങൾക്ക് ഒരു തുള്ളി ചായയോ പാലോ ഞാൻ തരികയല്ല. എന്റെ അപ്പൻ എന്ന പശുവിനെ കൂടി ഇന്ന് ഞാൻ വീട്ടിൽ പോകുന്നു. ഭർത്താവ് സെക്കൻഡ് തൊട്ട് ചാടിക്കരുത്. ഭാര്യ വിചാരിച്ചു 2ാമത്തെ അടിയാണ്. അല്ല, പുള്ളി കാലിലും വാലിലും ബാക്ക് സൈഡ് മൊത്തം പിടിച്ചിട്ട് പറഞ്ഞു, പുല്ലും വെള്ളവും കാടിയും എല്ലാം ഞാനായി പശുവിന് കൊടുക്കുന്നത്, നിന്റെ അപ്പനാണ് തന്നത്. അതുകൊണ്ട് പുറമെ സെന്റയിൽ ഇരിക്കട്ടെ, മുൻപ് സെന്റയിൽ ഇരിക്കട്ടെ. അങ്ങനെ ഭാര്യ ഭർത്താവും കൂടെ ഫ്രണ്ടും ബാക്കി നല്ലപോലെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് പശു തുടിക്കത്തില്ലെന്ന് ഉറപ്പായതുകൊണ്ട് അതിലൊക്കെ തച്ചാൽ 13 ലിറ്റർ പാല് കറന്നുകൊണ്ട് വേണം. കൊള്ളിടത്തോളം കാലം തന്നെ നന്മ പിശാച് കൊണ്ടുപോകുന്ന ഇന്ന് രാത്രി അറിഞ്ഞോളാം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നത് ഐക്യത എവിടെയുണ്ടോ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുകയുള്ളൂ.
പത്രോസ് മുഴുവൻ വല നന്നാക്കി എല്ലാം കണ്ണിയും കെട്ടിക്കഴിഞ്ഞിട്ടാണോ മീൻ പിടിച്ചത്? സത്യത്തോട് പറയാം, അങ്ങനെയാണോ? വലയെല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ പത്രോസ് എന്നാ വീശ അങ്ങനെ വല്ല പറഞ്ഞു? ഇല്ല, കെട്ടിക്കൂടി നമ്മൾ കർത്താവ് വിളിച്ചു അല്ലേ. അപ്പൊ വീശാൻ പോയപ്പോഴും എന്തുണ്ടായിരുന്നു? ഒരു വെടം ഉണ്ടായിരുന്നു, ചെറിയ വെടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പല കീറാറാവുകളും മീനുണ്ട്. കീറിക്കൊണ്ടു ഇല്ല. എങ്ങനെ മീൻ പോകാതെ 3 ഇഞ്ച് വെടവിനകത്ത് കർത്താവ് 4 ഇഞ്ച് മീനെ വെച്ചിട്ടാണ് സ്വാധീനം. എന്റെ ദൈവം നിന്നെ ഗൾഫിൽ കൊണ്ടുവന്നെങ്കിൽ നിനക്ക് കിട്ടുന്ന നന്മ ചോരാൻ ദൈവം സമ്മതിക്കില്ല. ചോരുന്ന വെടമുണ്ടെങ്കിലും നിന്റെ കുറവറിഞ്ഞ് തമ്മിൽ അടച്ചത് ദൈവത്തെ സ്തുതിച്ചാണ്, കർത്താവിനെ മൗനപ്പെടുത്താം. ഇത് ദൈവാത്മാവ് പറയുന്ന ഭൂമി വെറുതെ പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് നീ ഗൾഫിൽ മുഴുവൻ ആരാധിക്കാൻ നടക്കണം. അത് മുഴുവൻ നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിതത്തിലോ വലിയ വിടുതലായി മാറാൻ പോകുക. ദൈവത്തിന്റെ നാമം ഉയർത്തപ്പെടട്ടെ. 1-ാം അധ്യായത്തിൽ പറഞ്ഞു പരിശുദ്ധാത്മാവ് ശക്തി നിന്റെ മേൽ വരും. 2-ാം അധ്യായത്തിൽ തീ ഇറങ്ങി. 1-ൽ പറഞ്ഞാൽ 2-ൽ ഇറക്കുന്നവരായിരുന്നു ദൈവം. 1-ൽ വാഗ്ദത്തം പറഞ്ഞു, 2-ൽ തീ ഇറങ്ങി. 2-ൽ പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങി. പത്രോസ് ചാടി എഴുന്നേറ്റു. നിങ്ങൾ വിളിക്കാം, ഇങ്ങനെ ഇയാൾ ലോകത്തിലേക്ക് ചാടി എഴുന്നേറ്റിരിക്കുന്നത്. പത്രോസിന്റെ മറുപടി പ്രസംഗിക്കാൻ പോവാം. ഇയാൾ യേശുവിനെ തള്ളിപ്പറഞ്ഞാണ്. അതെ, ഇയാൾ യേശുവിനെ പ്രാഗില്ല. അതെ, ഇയാൾക്ക് യഹൂദന്മാരെ പേടിയില്ല. അതെ, ഒരു പെണ്ണുമ്പിള്ളയുടെ മുമ്പിൽ വെച്ച് തന്റെ തൊണ്ട കണ്ടിട്ട് ആ പെണ്ണുമ്പിള്ള പറഞ്ഞില്ലേ, ഇത് സ്വോത്രം പറയുന്ന തൊണ്ടയാണ്, ഇത് ശബ്ദം കേട്ടാൽ അറിയാം, നീ പെന്തക്കോസ്താണ് അറിയാമെന്ന് പറഞ്ഞല്ലേ. എന്നാൽ താൻ പറഞ്ഞില്ലോ ഞാൻ അറിയത്തില്ലെന്ന്. ഇപ്പൊ പിന്നെ ഇയാൾ പ്രസംഗിക്കുന്നത് അതെല്ലാം ശരിയാ, അതെല്ലാം കറക്റ്റാ, നിങ്ങൾ പറഞ്ഞ മുഴുവൻ സത്യം. പക്ഷെ തീ വീണ് കഴിഞ്ഞപ്പോ കംപ്ലീറ്റ് മാറി. തീ വീണ് കഴിഞ്ഞാൽ നിന്റെ പഴയ ആൾ മാറാൻ പോവുക. ഇന്നലത്തെ ഭയം, ഇന്നലത്തെ രീതി എല്ലാം മാറുക. അഭിഷേകത്തിന്റെ തീ വീണ അഭിഷേകത്തിന്റെ തീ വീണവരെ രീതി മാറുക, അവരുടെ പ്രശ്നങ്ങൾ മാറുക. ആമേൻ, ആമേൻ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അഗ്നി ഒരാളുടെ വീണ് കഴിഞ്ഞാൽ അയാൾ സാധാരണക്കാരനല്ല. എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, പ്രസംഗം തീയായിട്ട് മാറും, വേറൊരു വിഷയമായിട്ട് പോകും. അതുകൊണ്ട് അവിടെ ഞാൻ പോവാണ്. ഈ സഭയിലേക്ക് തിരിച്ചു വരിക. സ്തോത്രം. 1-ാം അധ്യായത്തിൽ വാഗ്ദത്തം സ്തോത്രം പറഞ്ഞു. 2-ാം അധ്യായത്തിൽ തീ ഇറങ്ങി സ്തോത്രം പറഞ്ഞു. 3-ാം അധ്യായത്തിൽ അത്ഭുതം തുടങ്ങി. സുന്ദരമായ ഗോപുരമാർഗത്തിന്റെ ഉടനെ ചാടി എഴുതാക്കാൻ തുടങ്ങി. സഭ അവൻ തീക്കകത്തേക്ക് കയറിയപ്പോൾ ദേശത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങി. കർത്താവിന്റെ നാമത്തിൽ പറയുന്നു, വരുന്ന ജീവിതങ്ങളിൽ ദൈവത്തിന് അത്ഭുതം നടക്കപ്പെട്ടോണം. പരിശുദ്ധമായി വിളിച്ചു പറയുന്നു, നിന്നെ എനിക്ക് ഉപയോഗിക്കണം. എന്റെ നാമത്തിൽ ഒരു തീയായി മാറുവാൻ, എന്റെ കരങ്ങളിൽ അത്ഭുതമായി മാറുവാൻ. എന്റെ ദൈവം പറയുന്നു, നീ സ്റ്റേജിൽ കയറണം, നീ പാട്ട് പാടുന്നവളാ, യേശുവിന് വേണ്ടി ആരാധിക്കുന്നവളാ, നിന്റെ ഒരു കുടുംബമേ ആരാധിക്കുക. പരിശുദ്ധമായി ആരാധിക്കാതെ, തിരുമേനിയുടെ വഴിയിൽ ആരാധിക്കാതെ, ആത്മശക്തിയോടെ നിനക്കൊരു കരഞ്ഞുണ്ട്, നിനക്കൊരു വിളിയുണ്ട്, നിനക്കൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്, ഒരു അനോയിന്റ്മെന്റ് ഉണ്ട് നിനക്ക്. അത് സാധാരണ അനോയിന്റ്മെന്റ് അല്ല, അസാധാരണമായ ഇഷ്ടമൂല്യങ്ങളെ യേശുവിന്റെ ആത്മാക്കളെ നേടുവാൻ യൗവനക്കാരുടെ നീ നിമിത്തം ചില ആത്മാക്കളെ നേടേണ്ടത് കൃപയോടെ നിറച്ച് ഞാൻ ഉപയോഗിക്കുമെന്ന് പരിശുദ്ധാത്മാവിനെ ദൈവത്തെ ഏൽപ്പിച്ചു കൊടുത്തു. ഇന്ന് ഇരിക്കുന്ന ചിലരുടെ ദൈവത്തിന്റെ തീ വീണാൽ, ദൈവത്തിന്റെ തീ വീഴുമ്പോൾ അസാധാരണമായ തീ, ഇതുവരെ അനുഭവിക്കാത്ത തീ, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവശക്തി ഈ രാത്രി വീണ് കഴിയുമ്പോൾ എന്റെ കർത്താവിനെ ഉപയോഗിക്കാൻ തുടങ്ങുകയോ. നിൽക്കാൻ പറ്റത്തില്ല. സ്തോത്രം. 3-ാം അധ്യായത്തിൽ ആമേൻ അത്ഭുതം തുടങ്ങി, അത്ഭുതം തുടങ്ങി. നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, അവിടെ നിന്ന് വായിക്കാൻ സമയമില്ല. 4-ാം അധ്യായത്തിൽ അടി തുടങ്ങി. 4-ാം അധ്യായത്തിൽ എന്ത് തുടങ്ങി? അടി തുടങ്ങി. ഒരു കാര്യം നമ്മളോട് പറയാം, സഭ വളരുകയാണ്. അവൻ ഇപ്പൊ എത്ര പേരാ സഭയില്? 3000 പേര്. എത്ര പ്രസംഗം? ഒറ്റ പ്രസംഗം എത്ര മിനിറ്റ്? ഒരു ഉദ്ദേശം 10 മിനിറ്റ്. എന്റെ പൊന്നു പത്രോസേ, ഞങ്ങൾ ഈ ബൈബിൾ കോളേജിൽ ഇത് പുസ്തകം വായിച്ചിട്ട് പിടികിട്ടാത്തൊരു കാര്യം ചോദിക്കാൻ ഒറ്റ
നീ 10 മിനിറ്റ് പ്രസംഗിക്കും 3000 പേരെ സ്ഥാനപ്പെടുന്നുണ്ട്. ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ സ്വത്രാഴ്ച എന്തെങ്കിലും തരാം. 10 വർഷത്തിന് മറുപടി സ്വത്രാഴ്ച ഒന്നും വേണ്ട, ഒരു ട്രിക്കുമില്ല. യേശു 40-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് 40-ാം ദിവസം പോയി സ്വതന്ത്ര. അതിന് അന്ന് തന്നെ ഞങ്ങൾ ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയത്. 10 ദിവസം ഉറങ്ങുമല്ല, 240 മണിക്കൂർ പ്രാർത്ഥിച്ചു. കൃപയുടെ ദൈവത്തെ സ്തുതിക്കുക. 10 ദിവസം 240 മണിക്കൂർ പ്രാർത്ഥിച്ചു. 10 മിനിറ്റ് പ്രസംഗിച്ചു. 3000 പേര് മണിക്കൂറുകൾ മണിക്കൂറുകൾ മുട്ടിന്മേൽ നിന്നിട്ട് നീ ഇറങ്ങിയാൽ, മണിക്കൂറുകൾ മണിക്കൂറുകൾ മുട്ടിന്മേൽ നിന്നിട്ട് നീ സ്റ്റേജിലേക്ക് കയറിയാൽ, നീ കർത്താവിനുവേണ്ടി ഇറങ്ങിയാൽ ദൈവത്തിന്റെ അത്ഭുതം നിനക്ക് കാണാം. എത്തുമെന്ന് കൈ കൊടുത്തിട്ട് പറ, എന്റെ പ്രാർത്ഥനയുടെ സമയം ഉണ്ടാക്കുക, എന്റെ പ്രാർത്ഥനയുടെ സമയം ഉണ്ടാക്കുക. പ്രാർത്ഥനയുടെ സമയം കൂട്ടാൻ പോവുക. എന്റെ കർത്താവിന് തന്നെ വേണം ഉപയോഗിക്കണം. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, സ്റ്റേജിൽ പാടുമ്പോൾ, ജനത്തിന്റെ അഭിഷേകം വ്യാപരിച്ചിട്ട് പ്രസംഗിക്കാൻ പറ്റാത്തതുപോലെയുള്ള ദിവസം വരാൻ പോകുന്നുവെന്ന് ദൈവാത്മാവ് പറയുക. നീ തയ്യാറാക്കിയ പ്രസംഗം നിനക്ക് പ്രസംഗിക്കാൻ പറ്റാതെ ജനം അഭിഷേകത്താൽ നിറയുന്ന ദിവസങ്ങൾ വരുന്നുവെന്ന് ദൈവാത്മാവ് പറയാം. എനിക്കറിയാം, ഇപ്പോൾ തന്നെ ഇതിനകത്ത് എഴുന്നേൽപ്പിച്ച് നിർത്തിയാൽ, ഈ മൈക്ക് നിങ്ങളുടെ കൈകൊട്ട് തന്നാൽ നിങ്ങളൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി. ഈ ജനങ്ങളുടെ ആത്മാവ് പറയും. അല്ലെന്ന് പറയാമോ? ഈ മൈക്ക് കൈകൊട്ട് തന്നാൽ ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി. തീ കത്തുന്നു നടക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ചിലരോട്ട് മൈക്കൊന്ന് തന്നാൽ, ഈ മൈക്ക് പ്രസംഗിക്കണ്ട, പ്രസംഗിക്കണ്ട, ഈ മൈക്കിന് കൊടുത്താൽ മതി. ഒന്നുമല്ല, ഒരു പൂജ്യമാണ് ഈ സാവകാശത്തിന് ഈ മൈക്കിന് എളുപ്പം കൊടുത്താൽ ഇപ്പോൾ കത്തുന്ന തീരുന്നു. താനൊരു വാക്ക് പറഞ്ഞാൽ ഈ അന്തരീക്ഷം മാറും. ദൈവം പ്രവർത്തിയോ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ തന്നെ ജനത്തെ കൊണ്ടുകൊണ്ടിരിക്കുക, ഇപ്പോൾ തന്നെ ജനത്തെ കൊണ്ടുകൊണ്ടിരിക്കുക. അനേകം പേരെ തീ ഇറങ്ങിയിരിക്കുക. ഉപവാസം ഇരുന്നാൽ ലോകത്തിന്റെ ഭക്ഷണമില്ല. ഉപവാസം എന്നാൽ ലോകത്തിന്റെ ഭക്ഷണം ഇല്ല. പക്ഷെ തമ്പുരാന്റെ ഭക്ഷണം ശവപ്പെട്ടിക്കകത്ത് വെച്ച് നിധി പറഞ്ഞു. വിശ്വാസം 7 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ മാറ്റപ്പെടുമെന്ന് പറഞ്ഞ ദിവസം നീ ജീവിക്കത്തില്ല. അമ്മേ, കിടക്കാണ് കട്ടിലെ കിടക്കുന്നു, തിരിഞ്ഞു പോലും ഇങ്ങോട്ട് കൊണ്ട് കിടക്കാൻ പറ്റത്തില്ല എന്നാ വിധി പറഞ്ഞത് പിശാച്. പക്ഷേ തമ്പുരാന്റെ കരം നിന്നെ തൊട്ടു. നീ ഒരു സാക്ഷിയാകുന്നു. യേശു ജീവിക്കുന്നു എന്ന് പറയാൻ നീ പ്രസംഗിക്കണ്ട. നീ എഴുന്നേറ്റ് നിന്നാൽ ആ കുടുംബത്തിനകത്ത് ദൈവം നിങ്ങൾ ചെയ്ത പ്രവൃത്തി ഒരു സാക്ഷ്യമാണ്. ഒരു മിനിറ്റ് നിൽക്കാൻ പറ്റാത്ത അവനെ അസ്ഥികൾ മുഴുവൻ മുറുക്കിയാലോ ഓടിക്കുന്നത് പോലെയുള്ള ശബ്ദമായി വേദനയുമായി മാസങ്ങൾ മാസങ്ങൾ തള്ളി നീക്കിയ ദിവസങ്ങൾ വസിക്കുന്ന ദൈവാത്മാ പറയുന്ന സത്യമാണ്. ദൈവാത്മാ പറയുന്ന സത്യമാണ്. അവൻ സിസ്റ്റർ അറിയത്തില്ല, ഞാൻ എനിക്കറിയത്തില്ല. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന ഈ ആളിനെ അറിയുന്ന ഒരു തമ്പുരാൻ ആത്മാവിനെ വ്യാപിച്ചുകൊണ്ടിരിക്കുക. ആത്മാവിനെ വ്യാപിച്ചുകൊണ്ടിരിക്കുക. ആത്മാവിനെ ഇന്ന് രാത്രി ഒരു പുതിയ അനുഭവത്തിലേക്ക്, ഒരു പുതിയ വിടുതലിലേക്ക് എന്റെ കർത്താവ് കൊണ്ടുവരാൻ പോവുക. ദൈവത്തെ സ്തുതിക്കുക, കർത്താവിനെ മഹത്വപ്പെടുത്തുക. യേശുവിന്റെ നാമത്തിൽ അഴിച്ചുവിട്ട കുറ്റിയിലേക്ക് നിന്നെ പിടിച്ച് തിരിച്ചു കെട്ടുമെന്ന് പറഞ്ഞു ഒരു സംഘം നിന്റെ കുടുംബത്തിനകത്ത് ബാധ കെട്ടുന്നുണ്ട്. ആമേൻ എന്ന് പറഞ്ഞാൽ ഈ സത്യത്തിലേക്ക് നിന്നെ വിടില്ല. ഈ സത്യത്തിലേക്ക് നീ ഇറങ്ങിയാൽ നിന്റെ പുറകെ ആ കുടുംബത്തിൽ ഒരുപാട് പേര് ഇറങ്ങാനുണ്ട്. അതുകൊണ്ട് നിന്നെ വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞാൽ ഒരു സംഘം നിനക്കെതിരെ നിൽപ്പുണ്ട്. പക്ഷെ ഇന്ന് കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ അവർക്ക് വിട്ടുകൊടുക്കുകയാണ്. ഞാൻ നിന്നെ അവർക്ക് വിട്ടുകൊടുക്കുകയാണ്. ആരെല്ലാം കാത്തിരുന്നാൽ അവർ തോറ്റുപോകും. അവർ തോറ്റുപോകും.
വലിയ എടുത്തു പറയത്തക്ക പ്രതികൂലമൊന്നും ഇല്ലാത്ത എന്നാണ് അത്ഭുതമൊന്നുമില്ലാത്ത ജീവിതത്തിൽ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് അത്ഭുതങ്ങൾ പ്രാപിക്കാൻ തുടങ്ങി. അതിനപ്പുറത്ത് നിന്ന് തുടങ്ങിയിരിക്കും, അടി തുടങ്ങിയിരിക്കും. തീ കത്താത്ത ദോശക്കല്ലേ മാവ് കോരിയടിച്ചിട്ട് എന്ത് പോകും? അപ്പൻ ചൂടാൻ അമ്മച്ച കാപ്പറിക്കാൻ കൊടുത്തിരിക്കുക. അപ്പൻ ചൂടുന്ന അമ്മച്ച ഇവിടെ നോക്കാം. പുള്ളിക്കാരി അപ്പം എന്ന വിഷയത്തിനകത്ത് ഡോക്ടറേറ്റ്. ഞാൻ ചോദിക്കുന്നത് അപ്പം എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് ആണെങ്കിലും ദോശക്കല്ലിന് ചൂടില്ലെങ്കിൽ ഈ അമ്മച്ച എവിടെ അപ്പം ചൂടില്ലാത്ത ദോശക്കല്ലിലോട്ട് മാവ് കോരി ഒഴിച്ചിട്ട് ഭർത്താവിനോട് ഭാര്യ ചോദിച്ചത്, ചേട്ടാ ദോശ തന്നെ വേണം ഉപ്പമാണേലും പോലെ. കാരണം ഇളക്കി കൂട്ടി വന്നപ്പോൾ ഉപ്പമായി പോയി. മനസ്സിലായി? ചില പ്രസംഗവും ചില ആൾക്കാരും ചില വിശ്വാസവും ഒക്കെ അങ്ങനെ ദോശയായിട്ടാണ് തുടങ്ങുന്നത്. അവസാനം ചൂടില്ലാതെ വരുന്നത് ഉപ്പമാൻ ഇന്ന് രാത്രി വല്ലപ്പോഴും ഒരിക്കൽ ഒഴുകിപ്പോകാതെ ഒഴുക്കി കിടത്തത് കിടക്കണമെങ്കിൽ ആത്മാവിന്റെ തീരെ അകത്ത് കത്തിക്കൊണ്ടിരിക്കണം. സന്തോഷമുണ്ടോ? ദൈവത്തെ സ്തുതിക്കും, ദൈവത്തെ സ്തുതിക്കും. അടി തുടങ്ങിയാൽ തമ്പുരാൻ അടങ്ങിയിരിക്കും. ഭൂമിയിൽ അടി തുടങ്ങിയാൽ എന്റെ ദൈവം അടങ്ങിയിരിക്കുമോ? ഇല്ല. വാക്യം 4:33. അപ്പോൾ 4:33 എനിക്ക് വാക്യം കാണാനറിയാം, എങ്കിലും നിങ്ങളോട് അറിയേണ്ടത് എന്നെ എഴുതിയിരിക്കുന്നത് 4:33. ഭൂമിയിൽ ദൈവസഭയ്ക്കെതിരായിട്ട് അടി തുടങ്ങിയപ്പോൾ അപ്പോസ്തലന്മാർക്ക് എന്ത് കിട്ടി? 1-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ എന്താ കിട്ടിയത്? ശക്തി. ഇപ്പൊ എന്തുവാ? അത് അടി തുടങ്ങിയ ശക്തി മഹാശക്തിയാണ്. പ്രതികൂലം വർദ്ധിക്കുമ്പോൾ ശക്തിക്കൊരു വ്യത്യാസം വരും. നിന്നെ നിർത്തുന്ന ശക്തി, നിന്നെ ബലപ്പെടുത്തുന്ന ശക്തി, നിന്നെ ഇരുമയിൽ നിർത്തുന്ന ശക്തി, നിന്നെ നിറയുന്ന ദൈവ ശക്തി. ഇറങ്ങിയപ്പോ എന്ത് കിട്ടി? കൃപ കിട്ടി. അവൻ അടി തുടങ്ങിയപ്പോ എന്തോ കിട്ടുന്നതിന് അവസാനം വായിച്ചു. കർത്താവിന് മനസ്സിലായി, ഇപ്പൊ കൃപ കൊണ്ട് പോരെന്ന് മനസ്സിലായി. പിന്നെ എന്തോ വേണം? ധാരാളം കൃപ. സങ്കീർത്തനം 3 വായിച്ചിട്ടുണ്ടോ? ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്, യഹോവേ നീ എനിക്ക് ചുറ്റും പരിചയം. വായിച്ചിട്ടുണ്ടോ? 3-ാം സങ്കീർത്തനം 3-ാം വാക്യം. യഹോവേ നീ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നതാണ്. വായിച്ചിട്ടുണ്ടല്ലോ? ഇതെന്തിനാ ചുറ്റും പരിചയം? മനസ്സിലാവും. അബ്ശാലോം തനിക്ക് എതിരായിട്ട് എത്തിച്ചു. ഒറ്റ പടയാളി പോലും ഇല്ലാതെ മുടിയും പിച്ച് പറിച്ചുകൊണ്ട് കയറ്റത്തിലേക്കൊണ്ടിരിക്കുകയാണ്. ആര്? ദാവീദ്. മുമ്പിൽ നിന്ന് ആരെങ്കിലും വന്നാൽ കാണാം, പുറകിൽ വന്നാൽ കാണാൻ പറ്റുമോ? പറ്റില്ല. തന്റെ ഭക്തൻ കയറ്റം കയറുമ്പോ വേദനയോടെ കയറുമ്പോ കർത്താവിന് മനസ്സിലായി ഒരു പരിചയം പോരാ, ഇവന്റെ ചുറ്റും പരിചയപ്പെടണം. മനസ്സിലാക്കുന്നുണ്ടോ? പരിചയം ഉണ്ടോ? ദോശക്കല്ല് പോലെ ഉണ്ണിയപ്പത്തിൽ ചട്ടി പോലെ ഇരിക്കുന്ന സാധനം എനിക്ക് 6 വർഷക്കാരൊക്കെ പിടിച്ച പടത്തില കണ്ടിട്ടില്ല. ഇതാണ് പരിചയം. ഇതുകൊണ്ട് നമ്മൾ മുഖത്ത് ഇങ്ങനെ പിടിച്ചാൽ മുഖത്തടി കൂടുതൽ ഉറപ്പ്. പക്ഷെ എവിടെ അടി കൂടുതൽ? ചങ്കത്തടി. ചങ്കത്ത് പിടിച്ചാൽ ചങ്കത്തടി കൂടുതൽ. പക്ഷെ എവിടെ കൊണ്ടിരിക്കും? വയറ്റത്ത് കൊണ്ടിരിക്കും. ഈ പരിചയം നമ്മൾ വയറ്റത്ത് പിടിച്ചിരിക്കുന്നത് എന്ത് സംഭവിക്കും? വയറ്റത്ത് തന്നെ അടി കൊടുക്കും. കാരണം ഒരു പരിചയം ഒന്ന് പിടിച്ചാൽ വയറ്റത്തൊന്നും വയറൊന്നും മുതുകത്തൊന്നുമില്ല. 5-6 പരിചയമൊക്കെ പിടിച്ചാൽ ചില വയറിനെ മാറ്റി ചില വയറത്തൊക്കെ നോക്കും. പരിചയം പിടിച്ചാൽ ദുഃഖമെന്നറിയാൻ അതുകൊണ്ട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു, നിനക്ക് ഒരു പരിചയം പോരാ, ചുറ്റും പരിചയം. നിനക്ക് കൃപ പോരാ, എന്ത് വേണം? ഇത് ശ്രദ്ധിക്കുക. ഈ ദൈവസഭയ്ക്കെതിരായിട്ട് ശത്രു എഴുന്നേറ്റപ്പോൾ കർത്താവ് ശത്രുവിനെ ഒന്നും ചെയ്തില്ല. ചെയ്തോ? ബൈബിൾ പഠിക്കണം. എന്തെങ്കിലും ചെയ്തോ? ഇല്ല. പക്ഷെ തന്റെ ഭക്തന്മാരെ കർത്താവ് ശക്തി കൊടുത്ത് കൃപ കൊടുത്ത് നിർത്തി. മനസ്സിലാവോ? ഇവിടെ നമ്മൾ പഠിക്കണം. കർത്താവ് എന്തോ ചെയ്താൽ മതിയായിരുന്നു. ഈ പ്രതികൂലമായിട്ട് എഴുന്നേറ്റവന്റെ നേരെ അമാലേക്കരെ നേരെ അയച്ച പഴയ ദൂതനെ ഒത്തിരി അയച്ചാൽ മതി. ഒറ്റ രാത്രി 1,85,000 തട്ടാൻ അറിയാവുന്ന ഒറ്റ ദൂതനെ കൊണ്ട് അസേഷ 10 ഇറങ്ങിയാൽ ഭൂമിനെ ജനറേഷൻ ഒറ്റ മനസ്സിലായി. പക്ഷെ കർത്താവ് എന്താ ചെയ്തെന്ന് അറിയുമോ? അത് ചെയ്തില്ല. പക്ഷെ പകരം തന്നെ ഭക്തനെ ബലപ്പെടുത്തി. പക്ഷെ 5-ാം അധ്യായത്തിൽ വന്നപ്പോൾ സഭയ്ക്കകത്ത് പ്രതികൂലം ഏറ്റു. ആരാ? അനന്യാസ് സഭയിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് ദശാംശം കിട്ടും. സഭാഷ ഇവിടെ ഇപ്പം തന്നെ മുഖ്യമായിട്ട്
മരിച്ചിരുന്ന ജീവിതം നിൽക്കുക. പിന്നെ കൈകൂപ്പി പറയാം, തോന്നില്ല. പുറത്തു പ്രതികൂലമുള്ളവരെ പുറത്തു നിന്ന് പ്രതികൂലം കാണിച്ചാൽ എന്റെ കർത്താവ് അത് കൈകാര്യം ചെയ്യുന്ന രീതി, ഈ അകത്തു കയറിയിട്ട് വിഷമിപ്പിച്ചാൽ അത് കൈകാര്യം ചെയ്യുന്ന 2 സൈസിലാണ്. കൃപയുടെ സുവിശേഷം എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നതാണ്. ആമേൻ, ആമേൻ. പഴയ നിയമം വേണ്ട എന്നൊരു അഭിപ്രായമില്ല. പഴയ നിയമം വേണം, എന്നാൽ ഞാൻ പുതിയ നിയമത്തിലാണ്, ഞാൻ കൃപയിൽ. ആമേൻ. കൃപ എന്ന് പറയുന്നത് ആമേൻ ഒരു കാറാണ്. ന്യൂ ടെസ്റ്റ്മെന്റിലെ ഒരു കാറാണ് കൃപ. അതിന് സീറ്റാണ് ക്രിസ്തു. ഞാൻ അതെ. പക്ഷെ ഈ കാർ റോഡിൽ കൂടെ പോകുന്നത് അതാണ് ഓൾഡ് ടെസ്റ്റ്മെന്റ്. എത്ര പേർക്ക് മനസ്സിലായി? ഈ കാർ പോകുന്നത് ഒരു റോഡിൽ കൂടെ. ചോദ്യം, റോഡ് വേണോ കാർ വേണോ? അതാണ് ബൈബിൾ. അതാ ബൈബിൾ. എന്നാൽ നമ്മൾ റോഡിലാണോ? നമ്മൾ റോഡിലാണോ? പിന്നെ എവിടെയാ കാറോടാ? നമ്മൾ കൃപയിലായിരിക്കണം. കൃപയിൽ തന്നെ ആയിരിക്കണം. സ്തോത്രം, സ്തോത്രം. പക്ഷെ പാപം ചെയ്താൽ ദൈവം ശിക്ഷിക്കത്തില്ലെന്ന്. ആമേൻ. വീടിയൊക്കെ വലിക്കുമ്പോൾ സങ്കീർത്തനത്തിലെ വാക്യം പറഞ്ഞ് സന്തോഷിക്കരുത്. അവന്റെ മൂക്കിൽ കൂടെ പുക വരും. ബൈബിളിൽ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ മൂക്കിൽ കൂടെ പുക വന്നാൽ പുക തന്നെ ആയിരിക്കും. അതിന് കട്ടപ്പുക എന്ന് പറയുന്നത്. എന്താ പഠിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ സുവിശേഷൻ പറയുന്നു, ഞാൻ പഠിച്ച ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഏത് പാപം ചെയ്താലും സ്വർഗത്തിൽ കൊണ്ടുപോകുന്നൊരു ദൈവത്തെ ഞാൻ കണ്ടിട്ടില്ല ബൈബിളിൽ. എന്നാൽ ക്ഷമയുണ്ട് ദൈവത്തിന്. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് തിങ്കളാഴ്ച പാപം ചെയ്ത ചൊവ്വാഴ്ച വെട്ടിക്കളിച്ചിട്ട് ബുധനാഴ്ച എഴുതാത്താവല്ല. ആമേൻ. നീ മടങ്ങി വരുന്നത് വരെ കാത്തിരിക്കും. കാലശിക്ഷകളിൽ കൂടി നിന്നെ മടക്കിക്കൊണ്ടുവരുന്ന ദൈവമാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയത്രേ. അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഇപ്പോൾ ഒരു ശിക്ഷാവിധിയുമില്ല. ഇതെല്ലാം ഞാൻ വിശ്വസിക്കുമ്പോൾ തന്നെ രക്ഷിക്കപ്പെട്ട ദൈവവൈതലേ, ജീവിതം വളരെ വിശുദ്ധവും കർത്താവിന്റെ കൃപ. സ്തോത്രം. മുമ്പോട്ട് പോകാം. 5-ാം അധ്യായത്തിൽ അനന്യാസിനെ സഭയെയും ദൈവം കൈകാര്യം ചെയ്തു. അതൊരു യുണീക് ഇൻസിഡന്റ് ആണ്. അതുപോലെ ബൈബിളിൽ മറ്റൊരിടത്തും സംഭവിച്ചിട്ടില്ല. പോകാം 6-ാം അധ്യായത്തിലേക്ക്. സഭയ്ക്ക് പുകത്തും അറത്തും പ്രതികൂലം വർദ്ധിച്ചപ്പോൾ സ്തേഫാനോസിന്റെ ലീഡർഷിപ്പിൽ 7 പേരുടെ സംഘത്തെ സ്വർഗം ഇറക്കി. സഭ തമ്പുരാന്റേതായതുകൊണ്ട് ആർക്കും തകർക്കാൻ പറ്റില്ല. അതാണ് സമയത്ത് തന്നെ ഭക്തന്മാരെ ഇറക്കുന്ന ദൈവമാണ്. ഇപ്പോൾ സഭയിൽ സ്തേഫാനോസിനെ 7 പേരെയും വേണമെന്ന് ദൈവത്തിന് മനസ്സിലായി. നിങ്ങൾ അറിയണം, ആത്മാവും ജ്ഞാനവും നല്ല സാക്ഷ്യമുള്ള 7 പേരെ മേശമേൽ ശുശ്രൂഷിപ്പാൻ 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ തമ്പുരാൻ ഇറക്കുകയാണ് സ്തേഫാനോസിന്റെ നേതൃത്വത്തിൽ. സ്തോത്രം. സഭ വളരാൻ തുടങ്ങി. സഭയിൽ പരിജ്ഞാനത്തോടെ ജനം പഠിക്കാൻ തുടങ്ങി. ദൈവവചനം പഠിപ്പിക്കാൻ തുടങ്ങി. സ്തേഫാനോസ് യേശുവിനെ കുറിച്ച് ശക്തമായി പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പോൾ പിശാച് അങ്ങേ കോർട്ടിൽ തർസോസുകാരൻ ശൗലിനെ ഇറക്കി. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ പറഞ്ഞാൽ അർജന്റീന മെസ്സി ഇറക്കിയപ്പോൾ ബ്രസീൽ നെയ്മർ ഇറക്കി. ഇവിടെ സ്തേഫാനോസിനെ ഇറക്കിയപ്പോൾ അപ്പുറത്ത് ആരിറക്കി? ശൗലിനെ ഇറക്കി. അധികാരപത്രം കൊടുത്തു കൊല്ലാനും മുടിപ്പിക്കാനും വേണ്ടി ഇറക്കി. തമ്പുരാൻ കളി നോക്കിയപ്പോൾ തർസോസുകാരന്റെ കളി സൂപ്പർ കളിയാ. കർത്താവ് തീരുമാനിച്ചു, ഇവനെ 7-ാം അധ്യായത്തിൽ എന്റെ ഓർമ്മയെ കളിപ്പിക്കും. യേശുവിനെതിരായി നിന്നാലും അവന്റെ കളി കൊള്ളാമോ എന്ന് ദൈവം നോക്കും. എന്നിട്ട് അവനെ തമ്പുരാന്റെ കോർട്ടിൽ നടക്കുന്ന ദൈവമാണ്.
കൊച്ചു പ്രായത്തിൽ തമ്പുരാൻ നോക്കുമ്പോ സൂപ്പർ പാട്ട്, തൊണ്ട കൊള്ളാം, ചാടി ചാടി പാടും. അവൻ ആല പിരിവിലാണ് നിൽക്കും. ശരീരത്തിന് വെയിറ്റ് കുറവാണ്, നീളവും കുറവാണ്. അതിനെ പോലെ അതുകൊണ്ട് ഏത് മല കയറും. കളി കൊള്ളാമെന്ന് അറിഞ്ഞപ്പോ തമ്പുരാൻ തീരുമാനിച്ചു, എന്നാൽ ഈ പുള്ളി നമ്മുടെ കോട്ടയിൽ നിൽക്കട്ടെ. ഞാൻ എന്റെ നാട്ടിൽ ഹൈറേഞ്ചിൽ വണ്ടിപ്പെരിയാർ എന്ന് പറയുന്ന എന്റെ ഗ്രാമത്തിൽ കറുത്ത മണ്ണിന്റെ ഗന്ധമുള്ള മലയോര കർഷകർ തിങ്ങിപ്പാർക്കുന്ന ഏലവും കാപ്പിയും കുരുമുളകും തേയിലയും ഒക്കെ ഉള്ള എന്റെ നാട്ടിൽ വളരെ അപൂർവമായി മാത്രം നടക്കുന്ന സുവിശേഷ മഹായോഗങ്ങളെ എതിർത്ത് ദൈവദാസന്മാർ സ്റ്റേജിൽ കയറുമ്പോൾ ഇലക്ട്രിസിറ്റിയുടെ പോസ്റ്റർ കയറി അമ്മേ ഫ്യൂസ് ഊരിക്കൊണ്ടിരുന്ന എന്നെ ഞാൻ ആ പോസ്റ്ററിലോട്ട് കയറുന്ന കണ്ടപ്പോ കർത്താവിന് മനസ്സിലായി, ഇവൻ കോളാമ്പി കെട്ടാൻ കൊള്ളാം. സുവിശേഷ യോഗത്തിന് കോളാമ്പി കെട്ടാൻ വളരെ ബലത്തിൽ കയറാൻ കഴിവുള്ളവനാണ്. ഫ്യൂസ് ഊരാൻ കയറിയപ്പോഴേ ദൈവം തീരുമാനിച്ചു, എന്റെ തമ്പുരാൻ എന്റെ ഫ്യൂസ് ഊരി. ഒന്നും തോന്നത്തില്ലെങ്കിൽ നിങ്ങളോട് മാത്രം ഒരു ദൂത് പറയാം. ചിലർക്ക് കഴിവുണ്ടെന്ന് ദൈവത്തിന് അറിയാം. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടതാക്ക അല്ല, സ്ത്രീകൾക്ക്, മഗ്ദലക്കാരത്തിൽ മറിയം ഉൾപ്പെടുന്ന സഹോദരിമാർക്ക്. എന്തിനാ? എളുപ്പം പരക്കുമെന്ന് ഒന്നും തോന്നലെന്നതാണ്. അവൻ കർത്താവിനറിയാം, ഇത് വേഗത്തിൽ ഒരു കാര്യം കിട്ടിയാൽ പരത്താൻ കഴിവുള്ളത് ഈ ഇരിക്കുന്നവരെക്കാൾ നിങ്ങളാണ് യേശുവിനെ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നു, ഈ കൃപ കളയരുത്, ഈ നാവിന്റെ ബലം കളയരുത്. പറ യേശുവിനെ കുറിച്ച്, പാട് യേശുവിന് വേണ്ടി, പ്രാർത്ഥിക്ക യേശുവിന്റെ നാമത്തിലോ, സുവിശേഷം പറ യേശുവിന്റെ നാമത്തിലോ. നിങ്ങളെ കൊള്ളാമെന്ന് യേശുവിന് അറിയാവുന്നതുകൊണ്ട് സ്തെഫാനോസിനെ ശൗലിന്റെ ആൾക്കാർ കൊല്ലുമ്പോൾ അതിന്റെ വസ്ത്രം സൂക്ഷിക്കുന്നവനായിരുന്നു ശൗല്. തമ്പുരാൻ ഒരു കാര്യം തീരുമാനിച്ചു, എഴുന്നേറ്റ് ചാടിക്കണം. ആമേൻ. 7 ഒരു സ്തെഫാനോസിനെ കൊന്നെങ്കിൽ തമ്പുരാൻ 8 മന്ത്രിയെ പൊക്കി, 9 ശൗലിനെ പൊക്കി, 10 കൊർന്നേലിയോസിനെ പൊക്കി. നീ 1 മുക്കിയ തമ്പുരാൻ 3 പൊക്കി. ദൈവസഭ തമ്പുരാന്റെയാ, ദൈവസഭ തമ്പുരാന്റെയാ. അതിനെ തകർക്കാൻ ലോകത്തിലെ ഒരു ശാന്തിക്ക് കഴിയില്ല. ഇത് പറഞ്ഞാൽ അനുസരിച്ച് ഒരു ചരിത്രം കിട്ടണം. ഇത് ഞാൻ എവിടെ കൊണ്ടുവന്നു? ഇറക്കമിരിക്കുക കയറ്റക്കാരായിരുന്നെങ്കിൽ പിന്നെ എന്തെങ്കിലും ചെയ്യായിരുന്നു. അമ്മ എനിക്കിവിടെ നിന്ന് നിൽക്കാൻ പറ്റില്ല, വേഗത്തിൽ ഒട്ടും രക്ഷയില്ല. 9-ാം അധ്യായത്തിൽ ശൗലിനെ പോക്കി 22-ന്റെ 10 പോകും, ഒരു രക്ഷയില്ല. 15, 16, 12 ഒരു രക്ഷയില്ല. അവൻ 22-ന്റെ 10 ഡമസ്കോസിന്റെ പടിക്കൽ നിന്നുകൊണ്ട് പൗലോസ് ചോദിക്കുക, കർത്താവേ, ഡബിൾ എംഎക്കാരനേക്കാൾ വിദ്യാഭ്യാസം ഈ കാലഘട്ടം വെച്ച് പഠിച്ചാൽ എപ്പിക്കൂറിസവും സ്റ്റോയിസിസവും പ്ലാറ്റോണിസവും സിനിസിസവും നോസ്റ്റിസവും ഒക്കെ അറിയാവുന്ന ആള് അവൻ വില്ലയിലെ ഗമാലിയലിനെ പാതപ്പെടുത്തുന്നത് ന്യായപ്രമാണത്തിന്റെ മുടി നാലിനെ കീറി മുറിച്ച് പഠിച്ച മിടുക്കൻ. അവൻ തികവുറ്റ താർക്കികർക്കിടയറ്റ ചിന്തകൻ, മികവുറ്റ എഴുത്തുകാരൻ, ആരോഗ്യ സുഖഭോഗ മാനാഭിമാനം ഇത്യാദി പരിത്യജിച്ച ത്യാഗവര്യൻ. മലയാള ഭാഷയാണ്. ഇതൊന്നും പറഞ്ഞാലൊന്നും തീരുകയില്ല. അവൻ തർസൂസിലെ കോടീശ്വരൻ, കപ്പൽ വ്യാപാരിയുടെ മകൻ. അവൻ, നിങ്ങൾ ശ്രദ്ധിക്കണം, കുന്നിന്റെ കയറുന്ന ലോകത്തിന്റെ താർക്കികൻ എവിടെയെന്ന് വിളിച്ചു ചോദിക്കാൻ കഴിവുള്ളവൻ, അധികാരപത്രം കയ്യിലുള്ളവൻ, കൊയിനോനെ എപ്രായ ഗ്രീക്ക് ഭാഷകൾ അനായാസന കൈകാര്യം ചെയ്യുന്നവൻ, ആരെയും കൊല്ലാൻ ഒരു മടിയുമില്ലാത്തവൻ, ആയോധന കലാവീരൻ, അടിയോ തടയോ തൊഴിയോ ഒന്നും പേടിയില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറ്റ മലയാള വാക്യം പറയും, എന്ത് ചെയ്യാൻ മടിയില്ലാത്തവൻ. ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റും. ഇതാ സുവിശേഷം.
എന്തും ചെയ്യാൻ ഇറങ്ങിയവരെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിർത്തുന്നതാണ് യേശു. ഇനി എന്ത് ചെയ്യണമെന്ന് യേശു പറയും. ഇനി എന്ത് ചെയ്യണമെന്ന് യേശു പറയും. അതാണ് സുവിശേഷം. സ്തെഫാനോസിനെ അടിക്കുന്ന സമയത്ത്, കല്ലെറിയുന്ന സമയത്ത് വസ്ത്രം സൂക്ഷിച്ചവനെ 23-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തില് അനന്യാസ് എന്ന മഹാപുരോഹിതനെ അരികെ നിൽക്കുന്നതോട് പറഞ്ഞു, ഇവന്റെ വാക്യത്തെ പൊന്നീച്ച പറക്കുന്ന പോലെ അടിച്ചു കൊടുക്കുന്നു. യേശു ചെവിച്ചു ചോദിച്ചു, എങ്ങനെയുണ്ട് സുവിശേഷം മൊത്തമുണ്ടാക്കി? നല്ല രസം. വല്ലവനെയൊക്കെ തല്ലുമ്പോൾ ഓർത്തോണം. എന്നെയൊക്കെ കർത്താവ് എങ്ങനെ പഠിപ്പിച്ചത്? ഞാൻ പറഞ്ഞില്ല, എന്റെ ജോലി എന്നാ വെച്ചാൽ കരണ്ട് കളയുന്ന ജോലിയാണ്. എന്നെ പല കൺവെൻഷനിലും കർത്താവ് മനഃപൂർവ്വം കരണ്ട് കളഞ്ഞ് ഇരുട്ടത്ത് നോക്കി ചെവി ഒന്ന് ചോദിച്ചു, എങ്ങനെയുണ്ടോ കരണ്ട് പോയി? നീ വല്ല കണ്ട സുവിശേഷകന്മാരുടെയൊക്കെ കരണ്ട് കളഞ്ഞപ്പോഴേ അന്ന് അവർ സ്റ്റേജിൽ നിന്നുകൊണ്ട് വേർത്തപ്പം നീ ചിരിക്കുമായിരുന്നു. കുറച്ചൊന്ന് വേർക്ക് ചില കഴിഞ്ഞിട്ട് കരണ്ട് കൊണ്ടിരുന്നുള്ളൂ. എന്റെ കർത്താവിന്റെ പ്രത്യേകത, ദൈവത്തിനെതിരായി നിൽക്കുന്നവരെ അടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്ന കർത്താവല്ല. അവരെ കൊണ്ട് ബൈബിൾ ചുമപ്പിച്ചിട്ട് സുവിശേഷം എന്താണ് പഠിപ്പിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചു, നമ്മുടെ സ്വഭാവം കർത്താവിന്റെ സ്വഭാവം. പീലിപ്പോസിനോട് ചോദിച്ചു, ജനത്തിൽ തീരുമാനം കൊടുക്കാൻ നിങ്ങളുടെ വല്ലതും ഉണ്ടോ ചോദിച്ചു. പീലിപ്പോസ് പറഞ്ഞ ആകെ 200 രൂപ അവിടെ 200 മേടിക്കാൻ കയറും. പീലിപ്പോസിന് നമുക്ക് എന്ത് പേര് കൊടുക്കാം? ദൈവത്തോടെ നമുക്ക് പറഞ്ഞു, ഞങ്ങളുടെ 200 രൂപയുള്ള ഇതുകൊണ്ട് മേടിച്ചാൽ ജനത്തിന് അപ്പം കൊടുക്കാൻ പറ്റില്ല. ഈ സിക്കട്ടു ദൈവത്തോട് എന്റെ ഇത്ര പൈസ ഇതുകൊണ്ട് തികയത്തില്ലെന്ന് ദൈവത്തോട് കണക്ക് പറഞ്ഞു. മനസ്സിലായോ? എന്നാൽ അവിടെ വേറെ ഉപദേശം ഉണ്ടായിരുന്നു. പുള്ളിയുടെ പേരാണ് ആട്ടോസ് ഉപദേശം. അന്ത്രയോസിന്റെ അപ്പം ഇല്ലെങ്കിൽ അപ്പം അവിടെ ഇമെയിൽ കൊടുക്കും. ഒരു ചെറുക്കൻ്റെ അപ്പം ഉള്ളത് പുള്ളിയെ അറിഞ്ഞേ. 5000 പേരുടെ ഒരു ചെറുക്കൻ്റെ അപ്പം എനിക്ക് അതൊക്കെ ഉപദേശം എങ്ങനെ അറിഞ്ഞേ? കൊച്ചു തീറ്റി പൊളിയാണ്. അല്ലെ പിന്നെ പുള്ളി അപ്പം എനിക്ക് തന്നെ അറിഞ്ഞു. പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വിഷയം ദൈവത്തോട് കണക്ക് പറഞ്ഞു. ഇപ്പൊ നമ്മളോട് കണക്ക് പറഞ്ഞാൽ നമ്മൾ അവരോട് തിരിച്ചു പറഞ്ഞ ഭാഷ നീ അനുഭവിച്ചു. ദൈവം എങ്ങനെ അനുഭവിച്ചതറിയോ? അവനെ കൊണ്ട് വിളപ്പിച്ച് ദൈവത്തോട് കണക്ക് പറഞ്ഞത്. എന്നിട്ട് അവനെ കൊണ്ട് തീറ്റിച്ച്, എന്നിട്ട് ഓരോ വട്ട ചുമപ്പിച്ച്. മനസ്സിലായി? ദൈവം നമ്മുടെ ഇടയിലേക്ക് എങ്ങനെ സമയം കമ്പ്യൂട്ടർ തലയിൽ തകർന്നു, പോലീസ് വണ്ടിയിട്ട് കല്ലെടുത്ത് കഴിഞ്ഞു. മനസ്സിലാകുന്നു? പക്ഷെ ജപ്പാനിൽ കൊണ്ട് സമരം അവനല്ല. ഒരു ചെറുപ്പക്കാരനെതിരായി സമരം ചെയ്യുമ്പോൾ അവൻ 1000 ടൺ ചെരുപ്പുണ്ടാക്കുന്നിടത്ത് ഇവര് ഡബിൾ വേല ചെയ്ത് 2000 ടൺ ചെരുപ്പുണ്ടാക്കിയിട്ട് വിൽക്കാൻ പറ്റാം. മനസ്സിലാകുന്നുണ്ടോ? കൂടുതൽ ജോലി ചെയ്താണ് സമരം. ഇതെന്റെ കർത്താവിന്റെ ഒരു പോളിസിയാണ്. കർത്താവ് ഒരാളെ പഠിപ്പിക്കുന്നത് ഉപദ്രവിച്ചല്ല, അവനെ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചില്ല. സന്തോഷമുള്ള എത്ര മനസ്സിലാക്കാം. 23-ാം അധ്യായത്തിൽ പൗലോസിനെ വൈകിട്ടടിക്കാൻ പറഞ്ഞു. 23-11 ആ രാത്രി കർത്താവ് പൗലോസിന്റെ അടുക്കൽ ഇറങ്ങിയിട്ട് പറഞ്ഞു, പൗലോസ്, നീ യെരൂശലേമിൽ എന്നെ പ്രസംഗിച്ചതുപോലെ നീ റോമിലും പ്രസംഗിക്കണം. 11 അങ്ങനെ പറഞ്ഞപ്പോൾ 14 കൊട്ടേഷനിൽ 40 പേർ യഹൂദന്മാർ പറഞ്ഞു, പൗലോസിനെ കൊല്ലുന്നത് വരെ ഞങ്ങൾ ആഹാരം കഴിക്കത്തില്ല, വെള്ളം കുടിക്കത്തില്ല എന്ന് പറഞ്ഞു. 14-ാം അധ്യായത്തിൽ കൊട്ടേഷൻ റെഡിയാകുന്നത് കർത്താവ് 14 കൊട്ടേഷൻ വരുന്നത് കർത്താവ് പറഞ്ഞുകൊണ്ട് 11 ഇറങ്ങിട്ട് പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, നീ റോമിൽ പ്രസംഗിക്കണ്ട എന്ന് പറഞ്ഞാൽ പാട്ടിലോട് കയറിയാൽ നീ ചാകരുത്. യഹോവ കൊട്ടേഷൻ ഉണ്ടാക്കിയാലും നിന്നെ ഒരു ചുക്കി ചെയ്യാൻ. പൗലോസിനെ രക്ഷിക്കുവാൻ കർത്താവിനെ പാറ്റുണ്ടാക്കി വേണ്ട, പണക്കൊട്ടം. ബൈബിൾ വായിച്ചാലേ മനസ്സിലാവും. അതുകൊണ്ടല്ലേ ഇപ്പോൾ മൗനമായിരിക്കുന്ന പോലെ എപ്പോഴും മൗനമായിരിക്കാം. ബൈബിൾ വായിച്ചെനിക്ക് സ്തോത്രം. പൗലോസിനെ മതിലിന്റെ അപ്പുറത്തോട് കിടന്നത് എങ്ങനെയാ? കൊട്ടങ്ങാട്ട് രക്ഷിക്കാം. എന്റെ കർത്താവിന് തന്നെ 10 രക്ഷിക്കാൻ പാറ്റുണ്ടാക്കി വെടിവിട്ടൊന്നും വേണ്ട, പാടക്കൊട്ട മതി. സ്തോത്രം. ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരു മാവിന്റെ ചുവട്ടിലുള്ള പാപ്പയുടെ ഉപദേശം ബൈബിൾ വായിച്ചപ്പോൾ അതിലെ ഒരു നിരീശ്വരവാദി ഈ ഉപദേശം കളിയാക്കാൻ വേണ്ടി ചോദിച്ചു, നിങ്ങൾ എന്താ വായിക്കുന്നത് ചോദിച്ചു. ബൈബിളാണ്. നിങ്ങൾക്ക് നാണമില്ലേ ഇപ്പോൾ അത് വായിക്കാറുണ്ട് ഈ ആധുനിക യുഗത്തിൽ? ഇവിടെ നിങ്ങൾ പറയുന്ന ദൈവമാണോ സൃഷ്ടിച്ചത്? സൃഷ്ടിതാവെന്ന് പറഞ്ഞ ദൈവമാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ ചെറുവിരലിന്റെ വണ്ണമുള്ള മത്തങ്ങി ആ വലിയ തലയുടെ വലിപ്പമുള്ള മത്തങ്ങായി, ഇത്രയും വലിയ മരത്തിൽ ഇത്രയുള്ള മാങ്ങായി, ഇതൊക്കെ എന്തോ ബുദ്ധിയാണ്? അതാണ് സൃഷ്ടിതാവിന്റെ ബുദ്ധി. മത്തയുടെ വള്ളിക്ക് എന്നാ വലിപ്പമുണ്ട്? ചെറിയ വള്ളിയല്ലേ, മത്തങ്ങായോ? ആ വള്ളിക്ക് സഹിക്കാൻ പറ്റും. അതുകൊണ്ടല്ലേ വള്ളി കിടക്കുന്നത്. നിന്ന മത്തങ്ങ വള്ളിയെ നിൽക്കും. അതുകൊണ്ടാണ് വള്ളി കിടക്കുന്നത്. ഇതുപോലെ നിൽക്കുന്ന മരത്തെ വേണ്ടുള്ളൂ. മത്തങ്ങായി വലിയ മരം, വലിയ പഴങ്ങളൊക്കെ ഇതേ വേണ്ട ഉണ്ടാകാൻ എന്ന് പറയേ.
ഈ ഉപദേശി ഒന്നും ചെയ്തില്ല. ഒരു മാങ്ങ വന്നു നിരീശ്വരം അത് ഉച്ചിലോട്ട് വരും. അപ്പൊ ഉപദേശിച്ചു വെച്ചു, ഒരു മത്തങ്ങ ആരെങ്കിലും നിന്റെ കച്ചവടം തീരത്തില്ല, നിന്നെ പോലുള്ള വിവരദോഷി ഇതിന് അടി വന്ന് നിൽക്കുമെന്ന് തന്നെ കർത്താവ് കർത്താവ് ഒരു കാര്യം കൈകാര്യം ചെയ്തതിന്റെ സ്വീറ്റ്നെസ് എന്ന് ഭയങ്കര ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതിക്കായി ഞാൻ ദൈവത്തെ കർത്താവിന്റെ നാമം ഉയരട്ടെ. ഹല്ലേലൂയ. പോകാം നമുക്ക്. പൗലോസിന്റെ മുൻപോട്ടുള്ള ജീവിതയാത്രയിൽ ഡെമത്രിയോസ് പട്ടണ മേനവൻ, സർഗ്യോസ്, യൂലിയോസ്, ക്ലൗദിയോസ് രാജശ്രീ, ലൂസിയാസ്, ഫെലിക്സ്, ഫെസ്തോസ്, ബെർണിക്ക, ദ്രുസില്ല, ഔഗസ്തോസ് കൈസർ, ഹെരോദാവ് എന്ന് വേണ്ട ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന എത്രയോ എത്രയോ വമ്പന്മാരുടെ മുമ്പിൽ, എത്രയോ വമ്പന്മാരുടെ മുമ്പിൽ ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ കാലത്ത് ജീവിച്ചിരുന്നവരല്ല, അവരെ പിന്തുടർച്ചക്കാരായ ഭരണാധികാരികൾ ഒരുപാട് പേരുണ്ടായിരുന്നു. ആമേൻ. അവരുടെ എല്ലാം മുമ്പിൽ പൗലോസ് നിന്നിട്ടുണ്ട്. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഒടുക്കം ഓരോരുത്തരും പറഞ്ഞതിന് മറുപടിയൊക്കെ പറയാൻ സമയം പോലെ പട്ടണ മേനവനെ ഡെമത്രിയോസ് പറഞ്ഞത് ഓരോരുത്തർ പറഞ്ഞ പറയാം. എന്നാൽ അഗ്രിപ്പ പറഞ്ഞു, നീ അല്പം കൊണ്ട് എന്നെ ക്രിസ്ത്യാനിയാക്കുവാൻ ശ്രമിക്കുന്നു. ഫെസ്തോസ് പറഞ്ഞു, നിനക്ക് ഭ്രാന്താണ്. ഫേലിക്സ് പറഞ്ഞു, ഇപ്പൊ പിന്നെ വരാൻ പറഞ്ഞു, പിന്നെ വിളിപ്പിക്കാമെന്ന് പറഞ്ഞു. സ്തോത്രം. അങ്ങനെ പലരുടെ മുമ്പിൽ പല മറുപടി കിട്ടിയെങ്കിലും പൗലോസ് സന്തോഷമാണ്. ആമേൻ. പൗലോസിന്റെ ഹൃദയത്തിൽ ഇത്രേ ഉള്ളൂ, ചങ്ങല ഇട്ടിട്ടാണെങ്കിലും വിലങ്ങ് വെച്ചാണെങ്കിലും ഇവരുടെ എല്ലാം മുമ്പിൽ വന്ന് യേശുവിനെ പറയാനൊരു അവസരം ലഭിച്ചു. ആമേൻ. ഞാൻ മുമ്പോട്ട് പോകാം. ആമേൻ. 27-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസിനെ കപ്പലെ കയറ്റുകയാണ്. 276 പടയാളികളോടുകൂടി പൗലോസിനെ കപ്പലിലേക്ക് കയറ്റുകയാണ്. എന്റെ വിഷയം ഓട്ടം തികച്ചു. ദൈവസഭയ്ക്ക് വേണ്ടി പൗലോസിന്റെ ഓട്ടം. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന് 3 മുതൽ വായിക്കുമ്പോഴത്തേക്ക് ഏകദേശം 20 പ്രതികൂലങ്ങൾ. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന് 23 മുതൽ വായിക്കുമ്പോൾ ഏകദേശം 26 പ്രതികൂലങ്ങൾ. ആമേൻ. 20, 26, 46 പ്രതികൂലങ്ങൾ. ഇത് മുഴുവൻ 1 കുറയെ 40 അടി 5 വട്ടം കോലിനാൽ 3 അടി 3 പ്രാവശ്യം അടികൊണ്ടു. 8 ആപത്തുകൾ, കടലിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കപ്പലിലെ ആപത്ത്, കടലസമുദ്ര ആപത്തുകൾ 8 എണ്ണം. എന്തോ ഒരു അടികൾ, ദാഹം, വിശപ്പ്, നഗ്നത എല്ലാം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പറഞ്ഞു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ ഉയർന്നിരിപ്പാൻ ഓരോരുത്തർക്ക് കഴിയില്ല. കാരണം ഇതെല്ലാം അനുഭവിക്കുമ്പോൾ ഞാൻ എന്റെ ഓട്ടം തികച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്റെ ഓട്ടം തികച്ചുകൊണ്ടിരിക്കുക. ക്ഷമിക്കണം, അല്പം ഓടിച്ചു പറയാനേ പറ്റത്തുള്ളൂ. സ്തോത്രം. 26-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ അഗ്രിപ്പ പറഞ്ഞു, നീ കൈസർക്ക് അഭയം ചൊല്ലി, അതിന് നിന്നെ രക്ഷിപ്പാൻ എനിക്ക് കഴിയുമായിരുന്നു. കർത്താവ് വിടുവിക്കാനിരിക്കുന്നവന് വേറെ ആരുടെ ജാമ്യം വേണ്ട. ആർക്കെങ്കിലും മനസ്സിലാവും? വല്ല പിടികിട്ടി. കുഞ്ഞ് അമ്മാച്ച കാഠ്മണ്ഡുവിന് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയില്ല. എന്തുകൊണ്ടാ? നിന്നെ ദുബായിക്ക് കൊണ്ടുവരണമെന്ന് ദൈവത്തിന് പ്ലാൻ ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഇപ്പോഴും കാഠ്മണ്ഡു കൂടെ കറങ്ങിയ നേപ്പാളിലെ ഭൂകമ്പത്തിൽ കിടന്നു പോയി. ചിലരൊക്കെ ചില തരാമെന്ന് പറഞ്ഞിട്ട് തന്നോ, സ്വന്തക്കാരും ബന്ധുക്കളൊക്കെ ചില തരാമെന്ന് പറഞ്ഞിട്ട് തന്നോ. അങ്ങനെ തരാതിരുന്നപ്പോഴാണ് ദൈവം തരാനുള്ളത് തന്നത്. അർത്ഥപ്രാണനായി റോഡിൽ കിടന്നവനെ ലേവ്യൻ നോക്കിയോ, പുരോഹിതൻ നോക്കിയോ? അവര് നോക്കാതിരുന്നുകൊണ്ടാണ് ശബരിയാക്കാരൻ നോക്കിയത്. യവന്മാര് വലിച്ച കുറ്റിക്കാട്ടിലോട്ട് ഇട്ടിരുന്ന ശബരിയാക്കാരൻ കാണുന്ന പോലും ഇല്ല. സ്തോത്രം. ചിലർ നമ്മളെ വലിച്ചുകൊണ്ട് പോകാതിരുന്ന നമ്മുടെ ഭാഗ്യം. 19-ാമത്തെ വയസ്സിൽ ഒരു പേരപ്പം പറഞ്ഞു, നീ വരാമെങ്കിൽ പട്ടാളത്തിൽ എടുപ്പിക്കണം. ഗുജറാത്തിൽ കോട്ടയത്ത് കൊണ്ടുവന്ന ട്രെയിനെ കയറ്റി വിട്ടപ്പോൾ എന്റെ നാട്ടുകാർ പറഞ്ഞു, നേരിട്ട് കാണാൻ ഒത്തില്ലേലും പത്രത്തിൽ കണ്ടോളാം. നമ്മൾ പട്ടാളത്തിൽ പോയി ഞാൻ തത്തു പോകുമ്പോൾ പടം വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞു. നല്ല സ്നേഹിതന്മാർ. അവിടെ ചെന്ന സമയത്ത് എന്നെ അവിടുത്തെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ മുമ്പിൽ കൊണ്ട് നിർത്തി. എന്റെ 19-ാമത്തെ വയസ്സിലാണ്. ഇപ്പൊ ഞാൻ ഇങ്ങനെയാണെങ്കിൽ 19 എന്നെ കണ്ട അദ്ദേഹം പറഞ്ഞു, ആത്മീയ അച്ഛാൻ आदमी देखने के लिए अच्छा है, पढ़ना भी अच्छा है, मुंह भी अच्छा है, ताकत भी अच्छा है, लंबा दम है। लंबा अर्थം മനസ്സിലായോ? പൊക്കം കുറവാ. നമുക്കൊന്നും തോന്നില്ല. എൻ്റെ അപ്പനോട് എനിക്ക് അല്പം വിഷമം. 3 ഇഞ്ച് കൂടെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഞാനൊരു അപ്പനായപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ നടക്കുന്ന കാര്യം. ദൂത് പറയാനാ, അന്ന് എനിക്ക് 3 ഇഞ്ചും കൂടെ പൊക്കമുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ കാശ്മീരിലോ ആസാമിലോ ഛത്തീസ്ഗഡിലോ അരുണാചൽ പ്രദേശിലോ തോക്കും പിടിച്ചു കൊടുക്കുന്നതിന്
3 ഇഞ്ച് കുറവുള്ളത് കൊണ്ടാണ് അബുദാബി കക്ഷത്തിൽ ഒരു ചുരുൾ വെച്ചിട്ടുണ്ട്. ഒരു ചുരുൾ എന്നാണെന്നറിയാമോ? പൗലോസിനെതിരായിട്ടുള്ള എഫ്ഐആർ. കൈസറുടെ മുമ്പിൽ നിൽക്കുമ്പോഴത് യാതൊരു കക്ഷത്തിൽ വെച്ചോടാൻ കഴിയുന്നത് മനസ്സിലായോ? 276 പേരെ കൊണ്ട് പോകുന്ന പടയാളികളുടെ കൂട്ടത്തിൽ അവരുടെ നേതാവാണ് ആര്? യൂലിയോസ്. മറക്കരുത്. അയാളുടെ കക്ഷത്തിൽ എന്തുണ്ട്? എഫ്ഐആർ. ആർക്കെതിരായിട്ടുള്ളത്? തന്റെ ഭക്തനെതിരായിട്ടുള്ളത്. അന്നേരം ദൈവം തീരുമാനിച്ചു, ഈ കപ്പൽ ഞാൻ എഫ്ഐആർ ഞാൻ വെള്ളത്തിൽ കളയും. അന്നേരം ദൈവം തീരുമാനിച്ചു, നിനക്ക് എനിക്കും എതിരായിട്ട് ഏത് വമ്പൻ എഫ്ഐആർ എഴുതി വെച്ച ദൈവം താൽക്കാലിക കപ്പൽ നേരെ 5 കാറ്റുകളുണ്ടായി. സമയം ഒന്നും വായിച്ച സമയം 27:4 ഒന്നാമത്തെ കാറ്റ് പ്രതികൂല കാറ്റ്, 27-ന്റെ 7ാമത്തെ വാക്യം 2ാമത്തെ കാറ്റ് സമ്മതിക്കാത്ത കാറ്റ്, 27-13 മൂന്നാമത്തെ കാറ്റ് തെക്കൻ കാറ്റ്, 27-14 4ാമത്തെ കാറ്റ് ഈശാന്യമൂലൻ, 27-20 5ാമത്തെ കാറ്റ് വലിയ കൊടുങ്കാറ്റ്. ആമേൻ. നീയും ഞാനും കയറുന്ന കപ്പലിനെതിരെ നേരത്തിലെ മുഴുവൻ കാറ്റും കൂടെ ഒരുമിച്ചടിച്ചാലും ഈ കപ്പലിന് എന്തെല്ലാം തകരാറ് വന്നാലും അതിനകത്ത് നിൽക്കുന്ന നിന്റെ ജീവന്റെ അഭിമാനമുള്ളവൻ കാറ്റിന്റെ മുഴുവൻ അർത്ഥം പറയാൻ താല്പര്യമുണ്ട്. സ്വതന്ത്രം. പക്ഷെ അവിടെ നിൽക്കാൻ പറ്റില്ല. സ്വതന്ത്രം. ഈ 5 കാറ്റുകൾ വന്നിട്ട് നിൽക്കാൻ പറ്റാതായി. 20ാമത്തെ വാക്യം വല്ലാത്ത കൊടുങ്കാറ്റ് വന്നിട്ട് 20ാമത്തെ വാക്യത്തിൽ ഞങ്ങൾക്ക് ഇനി രക്ഷയില്ല. 20ാമത്തെ വാക്യം നോക്കിയേ. ആശയെല്ലാം കണ്ടുപോയി. ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശ അറ്റുപോയി. 5 കാറ്റ് പുറത്തോണം. 4ാമത്തെ വാക്യത്തിൽ 1ാമത്തെ കാറ്റ് പ്രതികൂല കാറ്റ്, 7 2ാമത്തെ കാറ്റ് സമ്മതിക്കാത്ത കാറ്റ്, 3ാമത്തെ തെക്കൻ കാറ്റ്, 4 ഈശാന്യമൂലൻ, 5 വല്ലാത്ത കൊടുങ്കാറ്റ്. എല്ലാ ആശ നഷ്ടപ്പെടും. 23ാമത്തെ വാക്യം തമ്പുരാൻ എന്താ ചെയ്തേ? 23 അവൻ ഒന്ന് വായിച്ചു മാത്രം പോകാം. സമയം 23 ദൈവത്തിന്റെ ദൂതൻ രാത്രിയിൽ ഇറങ്ങി നിനക്ക് നിൽക്കാൻ പറ്റില്ല എന്നറിഞ്ഞാൽ, നീ ഒറ്റയ്ക്ക് നിന്നാൽ നിൽക്കില്ല എന്നറിഞ്ഞാൽ, നിനക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല എന്നറിഞ്ഞാൽ, നിന്റെ വീട്ടിനകത്തേക്ക് നിന്റെ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ ദൂതൻ ഇറക്കി നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ രാത്രി അറിയണം. അതിനടുത്തൊരു നിയമം, അടുത്തൊരു നിയമം. ആ ദൈവത്തിന്റെ പേര് മെലീത്ത. അവിടെയുള്ള ആൾക്കാർ ബർബരന്മാരാണ്, അറിവില്ലാത്തവർ, ഇല്ലിറ്ററേറ്റ്, വിദ്യാഭ്യാസമില്ലാത്തവർ. പക്ഷേ അതിനേക്കാൾ പ്രധാനം ആ ദ്വീപിലുള്ളവർ പാമ്പിന്റെ പിടിയിലാണ്. അവിടുത്തെ വിറകിനകത്തവരെന്നുണ്ട് പാമ്പുണ്ട്. ആ നാട് പാമ്പിന്റെ പിടിയില്ല. പക്ഷെ കർത്താവിനെ നാടിനെ രക്ഷിക്കുന്നു. ഈ കപ്പൽ ആ ദ്വീപിനടുത്തോട്ട് പോകാൻ പറ്റില്ല. കപ്പൽ നങ്കൂര് ഇവിടെ ദ്വീപിനടുത്തേക്ക് പോകാൻ പറ്റില്ല. നങ്കൂര് മറത്തു. പായയുടെ വിട്ടുപഴിച്ചു വിട്ടു. മനസ്സിലായോ? തിരിയുടെ കേമത്താൽ അവരെ ഉടഞ്ഞു. കപ്പലിന്റെ കൂടെ ചേർന്നു. ദൈവം ചില ദ്വീപിൽ നമ്മെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ തമ്പുരാനറിയാം ഈ കപ്പൽ പോകില്ല. ഏത് കപ്പൽ? ഈ കപ്പൽ. അപ്പോൾ ദൈവം എന്ത് ചെയ്യും? ഉടച്ചു പലകയാക്കും. എത്ര നിങ്ങളെ എന്നെ ചില മെലീത്ത ദ്വീപുകളുടെ സുവിശേഷത്തിനായി എഴുന്നേൽപ്പിക്കണമെങ്കിൽ കപ്പൽ ഉടയണമെന്നാണ് ദൈവത്തിന്റെ പ്ലാനെങ്കിൽ അവൻ കപ്പൽ ഉടച്ചു കളയും. എന്നിട്ട് നമ്മെ അവൻ പലകയാക്കി മാറ്റും. ഞാനൊരു കപ്പലാണ് വിചാരിക്കുന്ന ആരെങ്കിലും തമ്പുരാൻ പറയാ, ഉടയാൻ തയ്യാറായിക്കോ. നീ ഒരു പലകയാവാമെങ്കിൽ
ചെറുതാകാൻ തയ്യാറാണെങ്കിൽ, ഒന്ന് ഉടയാൻ തയ്യാറാണെങ്കിൽ, ഒന്ന് ബ്രേക്ക് ആകാൻ തയ്യാറാണെങ്കിൽ, നീ കണ്ടിട്ടില്ലാത്ത ദ്വീപിൽ, നീ പോയിട്ടില്ലാത്ത രാജ്യത്ത്, നീ ചെന്നിട്ടില്ലാത്ത സ്ഥലത്ത് നിന്നെ അയച്ച് എന്റെ പ്രവൃത്തി ചെയ്യുവാൻ ദൈവം ശക്തനെന്ന് ഈ രാത്രി പരിശുദ്ധാത്മാവ് ദൂത് പറയാം. സ്തോത്രം. അവിടെ നിന്ന് എത്തിക്കാൻ പറ്റില്ല, സമയം പോയിട്ടു. അവൻ സ്തോത്രം സ്തോത്രം 276 പേരുടെ ജീവൻ ഒരു കേടുവന്നില്ല. ഈ കപ്പൽ ഉടയാൻ 3 കാരണങ്ങളാണ്. നമുക്കത് വിശദീകരിക്കാൻ പറ്റില്ല, ഞാൻ പാട്ടൂത്തിൽ പെട്ടെന്ന് പറയാം. 1, FIR വളർത്തില്ല. അവൻ 2, തന്റെ ഭക്തനോട് കർത്താവ് പറഞ്ഞു ഈ കപ്പൽ ഉടയും എന്ന് നീ അവരോട് പറയാം. മാരുതിയും കപ്പലിന്റെ നാവികൻ, കപ്പിത്താനും ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ളവർ നോക്കി നിൽക്കേ വെറും കൊതുക് പോലുള്ള പൗലോസ് പറഞ്ഞു ഈ കപ്പൽ ഉടയും. ആമേൻ. നിങ്ങളൊരു കാര്യം പറയണം, ടൈറ്റാനിക്കിന്റെ ഉടമസ്ഥനോട് ദൈവം തമ്പുരാൻ പറഞ്ഞത് മുമ്പോട്ട് പോകരുതെന്ന്. അയാൾ പറഞ്ഞു ദൈവം വിചാരിച്ചാൽ ഇത് ഉടയത്തില്ലെന്ന്. ആമേൻ. പൗലോസ് പറഞ്ഞു കപ്പൽ ഉടയും. ആമേൻ. തന്റെ ഭക്തൻ പറഞ്ഞ പ്രവചനം നിറവേറ്റേണ്ട ദൈവത്തിന്റെ പദ്ധതി. നീ ഒരു ദൂത് പറഞ്ഞ എന്റെ തമ്പുരാൻ കപ്പൽ ഉടച്ചാണെങ്കിലും നിന്നെ മനസ്സിലാക്കുന്നുണ്ട്. പ്രവചനം നിന്റെ നാവിൽ വന്നതെങ്കിൽ ഒരു കപ്പൽ ഉടച്ചാണെങ്കിലും നിന്നെ നിവരെ നിൽക്കുന്നത് ദൈവത്തിന്റെ ഫലം. അത് പിടികിട്ടി എത്രവരെ മനസ്സിലായി? നിങ്ങളൊരു ദൂത് പറഞ്ഞാൽ നിങ്ങളുടെ ആള് വലിപ്പമല്ല, നിങ്ങളുടെ കുടുംബ വലിപ്പമല്ല, എന്റെ ദൈവത്തിന് തന്റെ ഭക്തൻ പറഞ്ഞ ദൂത് നിലനിർത്താൻ ഒരു കപ്പൽ ഉടയ്ക്കേണ്ടി വന്ന ദൈവം ഉടച്ചു. 3, മെലീത്ത ദ്വീപിൽ എത്തണമെങ്കിൽ പലകെ പിടിച്ച് നീന്തിയെ ചെല്ലാൻ പറ്റും. കുഞ്ഞെ, നീന്തി പോകേണ്ടിടത്ത് ദൈവം തന്നെ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചാൽ നീ കപ്പലെ നിറങ്ങിയേ പറ്റൂ. കപ്പൽ സമാനമായ നിന്റെ ചിന്തകൾ, കപ്പൽ സമാനമായ നിന്റെ ആശയങ്ങൾ, കപ്പൽ സമാനമായ നിന്റെ ബുദ്ധി, അതെല്ലാം ഒന്ന് ഉടച്ച്, അതെല്ലാം ഒരു പലക സമാനമായി, ഒരു തോണി സമാനമായി മാറ്റാൻ പറ്റും. അവൻ പാമ്പുള്ള നാട്ടിൽ ചെന്നൊരു ശുശ്രൂഷ. ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാൻ, എനിക്ക് അതൊക്കെ പ്രസംഗിക്കാൻ ഒത്തിരി ഇഷ്ടം, സമയമില്ലാത്തല്ല. നിങ്ങളൊക്കെ വീട്ടിൽ പോയി നെറ്റ് ഓൺ, ഇവിടെ വൈഫൈ ഫ്രീ ആണ്, നെറ്റ് ഓൺ ചെയ്ത് ദ്വീപിപ്പില്ല, പകരം മാൾട്ട. ആ ദ്വീപിന്റെ പേര് മാൾട്ട. എഴുതി മാൾട്ട. നിങ്ങൾ മാൾട്ടയുടെ ജോഗ്രഫി പഠിക്കണം, അവിടുത്തെ ജന്തുശാസ്ത്രം പഠിക്കണം. അവിടെ എഴുതിയിരിക്കുന്നു, അതാണ് ഭയങ്കരം, നിങ്ങളുടെ കണ്ണ് നൽകുന്നത്. Now there is no snakes in Malta. ഇന്ന് മാൾട്ടയിൽ എന്തില്ല? പാമ്പുകളില്ല. പാമ്പില്ലാത്ത രാജ്യം ലോകത്തിലെ ഒന്നാണ് ഏത്? മാൾട്ട. ചോദ്യം, മാൾട്ടയിലെ പാമ്പ് ഒന്ന് തീക്കാത്ത ഒന്നും ബാക്കിയെല്ലാം പൊത്തിനകത്ത് ചത്തുപോയി. എത്ര മനസ്സിലായി? നീ ക്രിസ്തുവിലേക്ക് ഇറങ്ങാമെന്ന്, നീ ഇറങ്ങാമെന്ന്, നിന്റെ ശുശ്രൂഷ നാടിനെ പിടിപ്പിക്കാൻ ദൈവശക്തനാണ്. നീ പ്രാർത്ഥിച്ചാൽ, നീ ആരാധിച്ചാൽ ആ പാമ്പ് ഇന്ന് രാത്രി വീഴാൻ പോയ കൃപയുള്ളവർ ആരാധിക്കുന്ന രാത്രി ആ പാമ്പിന്റെ രാത്രി വീഴാൻ പോയ ആ പാമ്പ് വീഴാൻ പോയ ഇന്ന് രാത്രി ദേശത്തിന് വിരോധമായി, ശിശുവിന് വിരോധമായി ആവലിക്കുന്ന പാമ്പിന്റെ ശക്തികൾ, അന്യായ ശക്തികൾ, പൈശാചിക ശക്തികൾ ഈ രാത്രി വീഴട്ടെ, ഈ രാത്രി വീഴട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം പ്ലീസ്. നിന്റെ നന്മയ്ക്ക് വിരോധമായി, നിന്റെ മക്കളുടെ അനുഗ്രഹത്തിന് വിരോധമായി, കുഞ്ഞുങ്ങളുടെ ഉയർച്ചയ്ക്ക് വിരോധമായി, നിന്റെ വിശ്വാസത്തിന് വിരോധമായി, നിന്റെ ആത്മീയ ജീവിതത്തിന് വിരോധമായി, അടിച്ചടി നിന്റെ ശരീരത്തെ വിഭിഷ്ടപ്പെടുത്തുന്ന രോഗങ്ങളിട്ട നിന്റെ ശാരീരിക സൗഖ്യത്തിന് വിരോധമായി വ്യാപരിക്കുന്ന അന്യായ ശക്തി മുഴുവൻ ഇന്ന് രാത്രി ഇവിടെ കത്തുന്ന തീക്കകത്ത് കുടഞ്ഞു കളയാൻ, ഇവിടെ കത്തുന്ന തീക്കകത്ത് കുടയാൻ, ഇന്ന് കുടഞ്ഞുകളാ കുടഞ്ഞുകളാ കുടഞ്ഞുകളാ. പൗലോസിന്റെ കയ്യിൽ പാമ്പിലെത്തി. ഒരു നിമിഷം പൗലോസിന്റെ കയ്യിൽ പാമ്പിലെത്തി. ഉടനെ അവിടെ ഉള്ളവർ പറഞ്ഞു ഇവൻ ദേവനാണ്, അല്ല അവിടുത്തെ ദേവൻ ഇവനോട് കോപമാണ്, അതുകൊണ്ടാണ് ഇവന്റെ കയ്യിൽ എന്ത് ചുറ്റിയിരിക്കുന്നത്? പാമ്പ് ചുറ്റിയിരിക്കുന്നത്. അവര് പറഞ്ഞു ഇത് കടിക്കും, ഇപ്പൊ വീഴും, ഇപ്പൊ വീഴും, ഇപ്പൊ വീഴും. അടുത്ത ആൾ പറഞ്ഞു
ഇപ്പൊ വീഴും, രണ്ട് വീണു, ഇപ്പൊ വീഴും. സത്യമാ, വീണത് അവനല്ല, കയ്യിലെ പാമ്പാ വീണ. ശ്രദ്ധിക്കരുത്. നീ ഇപ്പൊ വീഴും, നീ തീർന്നു, നിന്റെ അനുഗ്രഹം തീർന്നു, ഇനി രക്ഷയില്ല, നീ തീർന്നു എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ നിനക്ക് വിരോധമായി വന്ന സകല പാമ്പിന്റെ ശക്തിയും ഇന്ന് രാത്രി വീഴാൻ വർദ്ധിക്കുന്നത്. വിശ്വസിക്കുക, വിശ്വസിക്കുക. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലതയും കണ്ടുപോകാൻ അധികാരമുള്ള ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയെ ഇന്ന് രാത്രി കുടുംബങ്ങൾക്ക് വിരോധമായി വ്യാപരിക്കുന്ന പോരുകൾ മാറിപ്പോട്ടെ. ശക്തമായ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുക. എല്ലാ കണ്ണുകളും അടയട്ടെ. ആരും നിങ്ങളുടെ തലയിൽ കൈവെക്കാൻ സമയമില്ല. ഒരു ദൈവദാസനെ മുമ്പോട്ട് വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാനുള്ള സമയമില്ല. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ നിൽക്കുന്നിടത്ത് നിങ്ങളുടെ മേൽ ദൈവശക്തി ആവരിക്കാൻ പോവുക. ഇപ്പോൾ നിനക്ക് വിരോധമായി നീ നിന്നെ തടയാൻ പോവുക. അത് തീ നിന്റെ മുമ്പിൽ കത്തുന്ന തീ, ഈ ആത്മാവിന്റെ തീ, ഈ വേർഡിലല്ല, ഈ ഹോളിനകത്ത് കത്തുന്ന ആത്മാവിന്റെ തീ ഉണ്ട്. കുടലുകളാ, കുടലുകളാ, യേശുവിന്റെ നാമത്തിൽ വീഴട്ടെ പാപങ്ങൾ, യേശുവിന്റെ നാമത്തിൽ അന്യായ പോരുകൾ, രോഗശക്തികൾ നിനക്ക് വിരോധമായി നിൽക്കുന്ന മുഴുവൻ വീഴട്ടെ. ഓ ഓ ഓ, ദൈവ ആത്മാവ് തൊടുന്ന ജീവിതത്തിൽ യേശുവിന്റെ കരം തൊടുന്ന ജീവിതത്തിൽ ദൈവ ശക്തിയാൽ നിറയട്ടെ. യെസ് യെസ് യെസ്. നീ തന്നെ ആരാധിക്കുമ്പോൾ, നീ തന്നെ ആരാധിക്കുമ്പോൾ ഒരു വിടുതലിന്റെ ശരീരം അനുഭവിക്കുന്നു. രോഗബന്ധനങ്ങൾ മാറും. ദൈവ കൃപകൾ വ്യാപരിക്കും. പരിശുദ്ധാത്മാവിന്റെ തൊടുകയപ്പോൾ വെറുതെ പറയുന്ന വാക്കുകളല്ല, വെറുതെ പറയുന്ന വാക്കുകളല്ല, വചനത്തിന്റെ ശക്തിയാണ്, വചനത്തിന്റെ ശക്തിയാണ്. വചനത്തെ ഉറപ്പിക്കുവാൻ എന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളായി മാറട്ടെ. പ്രാണനാഥനെ, ദൈവം എന്നെ തൊട്ടു, ദൈവം എന്നെ തൊട്ടു. ഈ രാത്രി കർത്താവ് എന്നെ തൊട്ടിട്ടുണ്ട്, ഉറപ്പാണ്. അവൻ എന്ന് ഉറപ്പുള്ളവൻ തിരുവനന്തപുരത്ത് ദൈവം എന്നെ തൊട്ടു എന്ന് രാത്രി ഉറപ്പുള്ളവൻ, എന്റെ കർത്താവ് എന്നെ തൊട്ടു എന്ന് ഉറപ്പുള്ള തിരുവനന്തപുരമുണ്ട്. പരിശുദ്ധ കർത്താവേ, ഒരാൾക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്. കരം ഉയർത്തി സകല പേരുടെ മേലെ അവിടുന്ന് വ്യാപരിക്കുന്നു. പ്രസംഗിച്ച അടിയൻ ഉൾപ്പെടെ സകലരുടെ മേലും ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിന്റെ പുതിയ ശക്തി വിടുതലും കർത്താവ് അയച്ചിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. മക്കൾ പഠിക്കുന്നിടത്ത്, ഭർത്താവ് ജോലി ചെയ്യുന്നിടത്ത്, സഹോദരങ്ങളുള്ളിടത്ത്, വീട്ടിൽ ദൂരെ, അങ്ങ് കേരളത്തിൽ, ഇന്ത്യയിൽ തന്റെ സഹോദരങ്ങളുള്ളിടത്ത്, പ്രിയപ്പെട്ടവരുള്ളിടത്ത്, അല്ല വീട്ടിൽ ഇവിടെ വരാതെ ഭവനത്തിലായിരിക്കുന്നവർ, സഭയോട് ബന്ധപ്പെട്ട പ്രിയപ്പെട്ടവർ, എവിടെയെല്ലാം ഒരു വിടുതൽ ആവശ്യമുണ്ടോ അവിടെ മുഴുവൻ ഇന്ന് രാത്രി ഈ അത്ഭുതം സംഭവിച്ചുകൊണ്ടിരിക്കുക. ദൈവപ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുകയാണ്. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ വചനത്താലും യേശു ക്രിസ്തുവിന്റെ രക്തത്താലും ഞങ്ങൾ ക്ഷയമെടുക്കുന്നു. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. തൊട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈ വചനത്താൽ നമുക്ക് വിടുതൽ തന്നു. നിങ്ങൾക്കറിയാം, ശരീരത്തിൽ ഇതെന്റെ പ്രസംഗത്തിന്റെ വെറും വാക്കുകളല്ല, നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കാം. എനിക്കറിയാം, തിളയ്ക്കുന്ന വെള്ളത്തിന്റെ അകം പോലെ പുറമെ നമ്മൾ കൈയൊന്നും അടിക്കുന്നില്ലല്ലോ, അകത്ത് ആത്മാവിൽ തിളച്ചുകൊണ്ടിരിക്കുന്നവരവിടെ നിൽക്കുന്നവർ എനിക്കറിയാം. ഈ പ്രസംഗം മണിക്കൂറുകൾ നീണ്ടാലും പോകാൻ നമുക്ക് ഇഷ്ടമല്ല. കർത്താവെല്ലാം ചെന്നമായി ചെന്നാൽ സ്തോത്രം. God bless you. God bless you.